വിഭാഗങ്ങളിലൊന്നാണ് കൈത്തറിയും നെയ്ത്തു ജീവിതങ്ങളെയും. പ്രളയം ഏറെ ബാധിച്ച വിഭാഗങ്ങളിലൊന്നാണ് കൈത്തറിയും നെയ്ത്തു ജീവിതങ്ങളെയും. പ്രളയത്തിന് ശേഷം വന്ന കോവിഡ് മഹാമാരിയും അവരെ നന്നേ ബാധിച്ചു. അവിടെ നിന്നും അവരെ കൈപ്പിടിച്ചുയർത്തുകയായിരുന്നു സേവ് ദ ലൂം എന്ന പ്രൊജക്ട്. ആ കഥയിലേക്കും വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും. ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തോർത്ത് കൊണ്ടും അതുപോലെ തന്നെ മുണ്ട്, നമുക്കറിയാവുന്ന മുണ്ട് ഒക്കെ കൊണ്ടാണ് ഈ ഒരു ഡ്രസ്സൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. Setting the mood for dinner with the perfect 8-minute playlist? Or ready to try watching a podcast on the big screen? With Spotify Connect, you can amplify your favorite tracks by listening on connected speakers, game consoles, smart TVs, and other smart devices. Perfect for making music part of your everyday. To learn about more features, check out the Spotify Tips and Tricks podcast.
പ്രൊജക്റ്റ് സേവ് ദ രൂപ എന്ന പ്രൊജക്റ്റ് രൂപം കൊണ്ടത് രമേശ് സാറാണ്. സാർ എങ്ങനെയായിരുന്നു ഇങ്ങനൊരു പ്രൊജക്റ്റിലേക്ക് എത്തുന്നത്? സേവ് ദ രൂപം തുടങ്ങിയപ്പോൾ ഞങ്ങൾ 2018 പ്രളയം കഴിഞ്ഞ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ ഒരു പ്രൊജക്റ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു സ്പേസ് ഞങ്ങൾക്ക് കേട്ടിടേണ്ടി വന്നു. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് ഇമ്മീഡിയറ്റ്ലി ഒരു ഷോ കേസ് വിൻഡോ കിട്ടിയത് 2018 പിന്നാലെ ഡിസംബർ മാസത്തിലായിരുന്നു. ഓഗസ്റ്റാണ് പ്രളയം ഉണ്ടായത്. ഞങ്ങളൊരു ആദ്യത്തെ ഒരു 10-60 ദിവസത്തെ 2 മാസത്തിലാണ് മാനേജ് സോൾവ് ചെയ്തത്. ഈ ഒരു സ്റ്റോറി റെസിലിയൻസ് ഒരു സ്റ്റോറി ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് പിന്നാലെ കിട്ടി. ആ സമയത്ത് ഞങ്ങൾ സ്റ്റോർ തുടങ്ങി. ആ സ്റ്റോർ തുടങ്ങിയപ്പോൾ അതിൻ്റെ പേര് ഞങ്ങൾ വെച്ചത് വഞ്ചറുവേ. വഞ്ചറുവയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ആ എഡിഷൻ വരെ ബിനാലെ 108 ദിവസമായിരുന്നു നടന്നിരുന്നത്. അതൊരു ഫസ്റ്റ് റീസണായി. സെക്കൻഡ്, ഫ്ലഡ് കഴിഞ്ഞ് 108-ാം ദിവസമാണ് ഞങ്ങൾ സ്റ്റോർ തുടങ്ങിയത്, വിച്ച് വാസ് December 12. അങ്ങനെ കുറേ ലോജിക്കായിട്ട് നോക്കിയപ്പോൾ വഞ്ചറുവയുടെ ഒരു സ്റ്റോർ തുടങ്ങണം. അതിൽ ഹാൻഡ് മെയ്ഡ് ഇൻ ഇന്ത്യ, ഹാൻഡ് മെയ്ഡ് ഇൻ കേരള സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഞങ്ങൾക്ക് ആവശ്യപ്പെടണം ഒരു ആഗ്രഹത്തിലാണ് തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു പ്രൊജക്റ്റ് ഇട്ടു. വേർ ഹാൻഡ് സ്പൺ ഹാൻഡ് വോവ് കേരളത്തിൽ ചെയ്ത് ഈ ഒരു ടെക്സ്റ്റൈൽ വെച്ച് ഡിസൈനർമാർ ഇതിനെ എങ്ങനെ നോക്കുന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ നമ്മൾ ഖാദിയിൽ കുറേയധികം പ്രവർത്തനം ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വാട്ട് വി ഡിഡ് വാസ് ഇവിടെ നെയ്തെടുത്ത തോർത്തിൻ്റെ ഒരു ഫോർമാറ്റും മെൻസ് മുണ്ടിൻ്റെ ഒരു ടെമ്പിൾ ബോർഡറുള്ള കരയുള്ള മുണ്ടുകളും ഞങ്ങൾ പല ഡിസൈനർമാർക്ക് കൊടുത്തു. ഒരു സിമ്പിൾ നോട്ടിൽ എല്ലാവർക്കും സെയിം മീറ്ററേജ് കൊടുത്തിട്ട് അവർ ചെയ്യുന്ന ഒരു ഡിസൈൻ ഫോർമാറ്റും അവരുടെ ഡിസൈൻ എസ്തെറ്റിക്സ് വെച്ചിട്ട് അവരെന്താ അതുകൊണ്ട് എങ്ങനെയാണ് അതിന് കാണുന്നത്, എങ്ങനെ ഒരു ഗാർമെൻറ്റ് രീതിയിൽ കൊണ്ടുവരുന്നത്. സോ ദ ഫസ്റ്റ് ടൈം വി ഡിഡ് ഇറ്റ് about 20-22 ഡിസൈൻസ്. 4 ഡിസൈനേഴ്സ് കേരളത്തിലുണ്ടായിരുന്നു. അതിൽ ഇവരെല്ലാവരും കൂടി ഒരു 55 ഗാർമെൻറ്റ്സിന് ഒരു എക്സിബിഷൻ ചെയ്തു. അതിൻ്റെ പേര് കളേഴ്സ് ഓഫ് റെസിലിയൻസ് ആയി. അപ്പോൾ ബിനാലെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടുത്ത വർഷവും ഫ്ലഡിൻ്റെ ഒരു ഇത് തിരിച്ച് ഉണ്ടായിരുന്നു 19-ലും. അത് കഴിഞ്ഞ് 2 വർഷം കോവിഡ് ഉണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചൊരു സ്റ്റോർ തുടങ്ങുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ സമയത്ത് പിന്നെ ഒരു ബിനാലെ ഈ വർഷം തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സിബിഷൻ ഞങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. സോ കളേഴ്സ് ഓഫ് റെസിലിയൻസ് വി റിവൈവ്ഡ് ഇറ്റ്. വി വെന്റ് ബാക്ക് ടു ദ സെയിം ഡിസൈനേഴ്സ് വിത്ത് ദ സെയിം ടെക്സ്റ്റൈൽ. അതിൻ്റെ ഒരു പ്രൊജക്റ്റായിട്ടാണ് ഇപ്പോൾ ഈ കളേഴ്സ് ഓഫ് റെസിലിയൻസ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ തോന്നുന്നത് ഒരു 4 മാസത്തെ എക്സിബിഷൻ അല്ലാണ്ട് ഇതൊരു പെർമനൻറ്റ് ക്യൂറേഷൻ പോലെയായി. ഇത് കാണാൻ വരുന്ന ആൾക്കാർക്ക് ഇതൊരു പുതിയൊരു ഇതാണ് സംഭവമാണ്. ഈ ഡിസൈനേഴ്സ് ഇന്ത്യയിലെ ഏറ്റവും പേര് കേട്ട ഡിസൈനേഴ്സാണ്. അതായത് ഹിമാൻഷു ഷാനി തൊട്ട് അനിൽ അറോറ, ഗൗരവ് ജയ് ഗുപ്ത, അന്തരഗ്, അങ്ങനെ പല ബ്രാൻഡുകളുണ്ട്. ഡൽഹി, ബോംബെ, അങ്ങനെ പല സ്ഥലത്തും ബേസ് ചെയ്ത് അവരുടെ ഡിസൈൻ ഫിലോസഫി ബേസിക്കലി ഹാൻഡ്ലൂമായിട്ട് വർക്ക് ചെയ്യുന്ന ബ്രാൻഡുകളാണ്. അപ്പോൾ അവർ ഈ റൂമിൽ കാണുന്ന മൊത്തം ഒരു എക്സിബിറ്റാണ്. ഇറ്റ്സ് കോൾഡ് കളേഴ്സ് ഓഫ് റെസിലിയൻസ് ആൻഡ് ഈച്ച് ഡിസൈനർ ഹാസ് ഡൺ 3 to 4 ഗാർമെന്റ്സ്. അപ്പോൾ ഈ നോക്കുമ്പോൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ നമ്മൾ കാണുമ്പോൾ ഇത് ട്രഡീഷണലി നെയ്യുന്നത് ഒരു തോർത്തിന് വേണ്ടി, ഒരു ഖാദി തോർത്താണ്. പക്ഷെ അതൊരു ഗാർമെന്റ് ആയി വരുമ്പോൾ അത് നമുക്ക് മലയാളികൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതിന് വില ഒരു 100-150-200 രൂപ നമ്മൾ ഇന്നൊരു വില ഒരു തോർത്തിന് കൊടുക്കുന്നുള്ളൂ. പക്ഷെ ഒരു ഗാർമെന്റായി, ഒരു വെസ്റ്റേൺ ഗാർമെന്റായിട്ട് ആർക്ക് ഏത് പ്രായത്തിലും ലോകത്തിൽ ഏത് സ്ഥലത്തും വേണമെങ്കിൽ ഇട്ട് നടക്കാൻ ധരിക്കാമെന്നുള്ളൊരു ഫാഷനബിൾ ഗാർമെന്റായി മാറുമ്പോൾ അതിനായൊരു വില കിട്ടും. അതിന് കിട്ടുന്ന ബെനിഫിറ്റ് നമുക്ക് തിരിച്ച് തൊഴിലേക്ക് കൊടുക്കാൻ പറ്റും. അതില്ലെങ്കിൽ ഇതൊക്കെ നിന്ന് പോകണമെന്ന ഒരു തൊഴിലായി മാറി. ഇത് ചെയ്യാൻ ആൾക്കാരില്ല. ഇപ്പം ഇന്നുള്ള ഒരു 10-45 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെ ഇത് ചെയ്യുന്നുള്ളൂ. അതും കുറഞ്ഞുകൊണ്ട് പോവാണ്. ഇനി വരുന്ന ഒരു തലമുറയിൽ കയറണമെങ്കിൽ നമുക്ക് അതിനെ പുതിയതായ രീതിയിൽ കാണേണ്ടി വരും. അതിനുള്ള ഒരു ശ്രമമാണ് ഇത്. ഈ കര നോക്കുമ്പോൾ ഇത് മെൻസ് മുണ്ടിൽ ചെയ്യുന്നതാണ്. ഖാദി മുണ്ടിൽ ഉണ്ടാവുന്ന ഒരു 3 ഷട്ടിൽ മുണ്ടിൽ നെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. പക്ഷെ അതിനൊരു ട്രെഞ്ച് കോട്ട് ഒരു ജാക്കറ്റായി മാറി ഒരു ഡിസൈനർ, ഇത് ഗൗരവ് ജയ് ഗുപ്ത എന്ന ഡിസൈനർ ചെയ്തിരിക്കുന്നത്. ആ സെയിം മുണ്ട് വേറൊരു ഡിസൈനറുടെ കയ്യിൽ പോകുന്നത് ഒരു ഗാർമെൻ്റായിട്ട് വേറൊരു ഗാർമെൻ്റായിട്ട് മാറും. ഇതിൽ ചെറിയ ചെറിയ ഇൻട്രിക്കേറ്റ് ഡീറ്റെയിലിംഗ് ഉണ്ട്. ഏത് ഗാർമെൻറ്റിലും നമ്മൾ നോക്കുമ്പോഴും ഇത് നൗഷാദ് അലി പോണ്ടിച്ചേരി ബേസ്ഡ്. അപ്പോൾ ആ പുള്ളി ചെയ്തിരിക്കുന്നതിൽ എന്താ വെച്ചാൽ ഇന്ന് ക്രഷ്ഡ് ഫീൽ കൊടുത്തിട്ടുണ്ട്. ഖാദി ഈസി മെയിൻ്റെനൻസിന് വേണ്ടി വെറുതെ വാഷ് ആൻഡ് വെയർ. സോ ദ സെയിം ടെക്സ്റ്റൈൽ ഹാസ് ടേക്കൺ ഡിഫറെൻറ്റ് ഫോംസ്. So this has been curated by a Delhi-based designer called Himanshu Shami. 1111 പുള്ളിയുടെ ബ്രാൻഡുണ്ട്. പുള്ളിയുടെ ഒരു കോൺസെപ്റ്റുകളായിട്ട് നമുക്ക് ബാക്കിയുള്ള ഡിസൈനേഴ്സിനായിട്ട് ഇപ്പം വർക്ക് ചെയ്ത കളക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ these are pants from Munda, these are pants from Tork. This
ദിസ് ഇസ് എ ജാക്കറ്റ്. ഇങ്ങനത്തെ ഒരു ജാക്കറ്റ് ആയിട്ട് ഇത് എടുക്കുമ്പോൾ ദിസ് യു ക്യാൻ വെയർ ഇറ്റ് ഇൻ എനി പാർട്ട് ഓഫ് ദ വേൾഡ് ആൻഡ് ആസ് സ്റ്റൈലിഷ്ലി ആസ് പോസിബിൾ. ഇതൊരു ഗവൺമെൻറ്റായി വരുമ്പോൾ ഇതിൻ്റെ വില വരുന്ന ഒരു 12,000 അടുത്താണ് വരുന്നത്. സോ ആ ഒരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നെയ്യുന്ന ഫാബ്രിക്കിന് കുറച്ചും കൂടി വില കൊടുക്കാൻ പറ്റും. നമ്മൾ കാണുന്ന രീതിയിൽ ഒരു ചെയ്ത് കഴിഞ്ഞാൽ അതിന് അത്രയും നിൽക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഡ്രസ്സ് കാണുമ്പോൾ ദിസ് ഇസ് ഡൺ ബൈ അഹമ്മദാബാദ് ബേസ്ഡ് ഡിസൈനർ കോൾഡ് അനുഷ. ഈ ഒരു ഡ്രസ്സിൽ നീഡിൽ ത്രെഡ് സ്റ്റിച്ചിങ് ഇല്ല, തുന്നാണ്ട് ഉണ്ടാക്കിയ ഒരു ഡ്രസ്സാണ്. ഇതിലെവിടെയും സ്റ്റിച്ച് ഇല്ല. ഈ ഡ്രസ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഡിസൈനർ ബട്ടൺസും റബ്ബർ ബാൻഡ്സ് ആയിട്ടാണ് ഡിസൈൻ ഉണ്ടാക്കുന്നത്. ഈ ഒരു ഡ്രസ്സിൽ ഒരു 700 ബട്ടണുകളുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാണ്ട് ഒരു പുതിയൊരു കോൺസെപ്റ്റ്, സീറോ വേസ്റ്റേജ്, ഫാബ്രിക് ഒരു വേസ്റ്റ് ഇല്ല, സസ്റ്റൈനബിൾ ആയിട്ട് ഒരു ഗാർമെന്റ് ഉണ്ടാക്കുമ്പോൾ ഇതാ ഈ ഡിസൈനർ ഈ ടെക്നീക്ക് പലർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ നിന്ന് ഇപ്പോൾ 2-3 വർക്ക്ഷോപ്പ് ഇവിടെ ഇപ്പം ചെയ്ത് കഴിഞ്ഞു. ഈ ടെക്നിക് ബട്ടൺ മസാല എന്ന് പറയുന്നത് പുള്ളി ഇവിടെ ബ്രാൻഡ് ലേബിലോ ഒന്നുമില്ല. ഈ ടെക്നിക് ഒരു 10-50,000 പേരെ ലോകത്തിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫോർമാറ്റിൽ പല കാര്യങ്ങളും പല ഡിസൈൻസും വരുന്നുണ്ട്. പഠിപ്പിക്കേണ്ട വർക്ക്ഷോപ്സ് ഞങ്ങൾ സ്റ്റേബിൾ റൂമിന്റെ ഭാഗമായിട്ടും ചെയ്യുന്നുണ്ട്. ബിനാലെ സമയത്ത് ഞങ്ങൾ 2 വർക്ക്ഷോപ്പ് ചെയ്തു. ഒരു വെൻ സമ്മിറ്റ് ഉണ്ടായിരുന്നു, ആ സമയത്ത് വർക്ക്ഷോപ്പ് ചെയ്തു. വീവിങ് എങ്ങനെ ചെയ്യണം, ഈ ഗാർമെന്റ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ തലമുറയ്ക്ക് കൈകൊണ്ട് ചെയ്യുന്ന ഒരു തൊഴിലും അതുകൊണ്ട് വരുന്ന ഒരു ഏറ്റവും ലക്ഷറിയസ് പ്രൊഡക്റ്റാണ് കൈകൊണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ. അതിന് നമ്മളൊരു ലോക്കലി നമുക്കത് നേരത്തെ പറയേണ്ടായ കാരണം വാല്യൂ ഇടാൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ സമയത്ത് തിരിച്ചെങ്ങനെ കൊണ്ടുവരണം, ലോകം മുഴുവൻ ഈ ഒരു ഹാൻഡ് മെയ്ഡ് വരുമ്പോൾ കേരളവും ഇന്ത്യയിലും നമ്മൾ ഏറ്റവും കൂടുതൽ സ്കില്ലുള്ള നാടാണ്. ഇതിനൊരു സ്പേസ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ, ഇതുപോലെ ഒരു സെലിബ്രേഷൻ ചെയ്തില്ലെങ്കിൽ ഇനി വരുന്ന തലമുറയുടെ തൊഴിലേക്കൊന്നും വരുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു 10-14,000 പേര് ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. 5 വർഷം 8 വർഷം 10 വർഷം മുമ്പ് നോക്കിയാൽ ചിലപ്പോൾ അത് 50,000-60,000 ആൾക്കാർ ഇരുന്നാലും തൊഴിലായിരുന്നു. പുരുഷന്മാർ ഈ തൊഴിൽ വിട്ടുപോയി. ഇപ്പോൾ സ്ത്രീകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, അതും വയസ്സായ സ്ത്രീകളാണ്. ഇന്നത്തെ തലമുറ കൊണ്ടുണ്ടെങ്കിൽ അവർ ധരിക്കാൻ ഉള്ള ഒരു രീതിയിലുള്ള ഗാർമെന്റും വേണം, അവർ ചെയ്യുന്ന അതിൽ ഒരു ഡിഗ്നിറ്റി വേണം, അവർക്ക് അതിനുള്ളൊരു വരുമാനം വേണം. ഇതൊക്കെ ചെയ്താലേ അതിനുള്ളൊരു വഴി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് കളേഴ്സ് ഓഫ് റെസിലിയൻസ്, where 20 designers have worked and you have about 65-70 garments. ഇത് ഇമ്മീഡിയറ്റ് ചെയ്യുന്നത് നന്ദിയാട് കുന്നമുണ്ട്, നോർത്ത് പറവൂരിൽ. അതിൻ്റെ GSGS എന്ന് പറഞ്ഞൊരു സംസ്ഥയുണ്ട്, ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം. അവിടെ കീഴിലുള്ള നെയ്ത്തുകാരാണ് ഈ ടോപ്പും കൊണ്ട് നെയ്യുന്നത് ഇവിടെ. അതല്ലാണ്ട് കൈത്തറിയുണ്ട്. കൈത്തറിയും ചേന്നമംഗലവും ബാക്കി നമ്മൾ ബലറാംപുരവും ബാക്കിയുള്ള കണ്ണൂർ, കാസർഗോഡ്, പുത്താമ്പള്ളി പല സ്ഥലത്തും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ കളക്ഷൻ ഞാൻ കാണിച്ചത്. കൈത്തറിയിൽ ചെയ്യുന്നത്. കൈത്തറിയും ഖാദിയായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഖാദിയിൽ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമാണ്. കോട്ടണിന് നൂലുണ്ടാക്കുന്നതും കൈകൊണ്ടാണ്. അപ്പോൾ ഹാൻഡ് സ്പൺ ഹാൻഡ് വീവാണ്. കൈത്തറിയിലാവുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നൂല് മെഷീനിലുണ്ടാക്കി പിന്നെ ബാക്കിയുള്ള പ്രോസസ്സാണ് കൈകൊണ്ട് ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ ഒരു ഫസ്റ്റായിട്ട് ഒരു അറ്റംപ്റ്റ് ചെയ്തതായിരുന്നു. കേരളത്തിലെ കസവ് നമ്മൾ കൂടുതലും ഇവിടുത്തെ ആൾക്കാർ ധരിക്കുന്നത് വർഷത്തിൽ ഒരു 3-4 തവണയായിട്ട്. അതൊരു കല്യാണത്തിനാണോ അല്ലെങ്കിൽ ഒരു സെലിബ്രേഷനോ അമ്പലത്തിൽ പോകണോ അങ്ങനെ വിഷു ഓണം ഇതിൽ മാത്രം ധരിക്കുന്ന ഒരു വസ്ത്രമായി മാറി. ഈ കസവ് ഉള്ള സംഭവങ്ങൾ ഇന്നത്തെ ഡെയിലി ടു ഡേ ടു വെയർ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ളവർ എങ്ങനെ ധരിക്കും, എങ്ങനെ ഉപയോഗിക്കും, അതിന് വേണ്ടിയുള്ള ഒരു പ്രയാസമായിരുന്നു ഇത്. ഈ കളക്ഷൻ ഞങ്ങൾ ഓലം എന്നാണ് പേര് വെച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി നോക്കുമ്പോൾ കസവ് ഉണ്ട് ഇതിൽ, പക്ഷെ അടുത്ത് വന്ന ഒരു കാണുമ്പോഴാണ് വളരെ മിനിമലായിട്ട് വെച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഗിവ്സ് എ ന്യൂ സ്റ്റൈൽ ആൻഡ് എ വെയറബിലിറ്റി വിച്ച് ഡസ് നോട്ട് ഡിഫൈൻ ആൻ ഒക്കേഷൻ ഓർ സ്പേസ്. അല്ലെങ്കിൽ കേരളത്തിലുള്ള കൈത്തറി നെയ്ത്തുകാർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത്, കൂടുതൽ ബിസിനസ് കിട്ടുന്നത് ഈ ഓണം സമയത്താണ്. ഓൾമോസ്റ്റ് 80-80% സെയിൽസ് ഉണ്ടാകുന്നത് ഈ സമയത്താണ്. ഇത് കഴിഞ്ഞാൽ ഇനി അടുത്ത വർഷത്തെ ഓണം വരെ കാത്തിരിക്കേണ്ടത്. അപ്പം അതിനുള്ള ഒരു ഗ്യാപ്പ് എങ്ങനെ നമ്മൾ ഫിൽ ചെയ്യണം, ഒരു നെയ്ത്തുകാർക്ക് എങ്ങനെ സ്ഥിരമായ വരുമാനം കിട്ടാനുള്ള ഒരു ശ്രമമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരു മോഡേൺ ഈ സാരീസ് ഞങ്ങൾ ലോഞ്ച് ചെയ്തപ്പോഴും ഇതിൻ്റെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു 16 വയസ്സുള്ള കുട്ടികൾക്ക് ഒരു 85-year-old വരെ സ്ത്രീകളെ ഈ സാരി ഇട്ട് ഒരു ഷൂട്ട് ചെയ്തിരുന്നു. അത് കാണിക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ഒരു സ്പേസും ടൈമും ഇല്ല. ഇറ്റ്സ് ആസ് ഫാഷനബിൾ ഫോർ 80-year-old ടു വെയർ ഇറ്റ് ആസ് മച്ച് ആസ് 16-year-old ടു വെയർ ഇറ്റ്. ഏജ് ഇല്ല. ആ ഒരു ക്ലാസിക് ഡിസൈൻസ് വെച്ചിരിക്കുന്നത്. ഇതിൽ നോക്കുമ്പോൾ മൊത്തം സ്ട്രൈപ്സ് ആണ്.
ഈ സ്ട്രൈപ്സിൻ്റെ വേരിയേഷൻ പല സ്ഥലത്തും മാറും. ഇതിൻ്റെ തിക്നെസ്സും വേരിയേഷൻസും നമ്മൾ നോക്കുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് ധരിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ കംപ്ലീറ്റ്ലി ഒരു മോഡേൺ ഔട്ട്ലുക്ക് ആയിട്ട് കാണും. ആൻഡ് ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഗോസ് വിത്ത് ഓൾ ഏജ് ഗ്രൂപ്പ്സ്. ഇറ്റ് ഡസ് നോട്ട് ഡിഫൈൻ ഇതൊരു ചെറുപ്പക്കാർക്ക് ഇടാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. ദീസ് ആർ ഓൾ ക്ലാസിക് ഡിസൈൻസ്. ഇത് ഫൈൻ കേരളത്തിലും ബംഗാളിലും മാത്രമേ ഈ ഇങ്ങനത്തെ ഒരു ഫൈൻ കോട്ടൺ ഇന്ന് വീവ് ചെയ്യുന്നുള്ളൂ. ഈ 80s കൗണ്ടും 100 കൗണ്ടിലൊക്കെ ചെയ്യുന്ന ഒരു ഈ സാരിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യാലിറ്റി നോക്കുമ്പോൾ എല്ലാം സാരിക്ക് നെയ്ത്തുകാരുടെ പേരും ഉണ്ട്. സോ ഇപ്പോൾ ഈ ഒരു സാരി ഈസ് ഹാൻഡ് വോവൻ ബൈ വിനീത CS. അപ്പോൾ അവർക്കൊരു ഐഡന്റിറ്റി കൊടുക്കുന്നുണ്ട്. ആരാണ് ഈ നെയ്ത്ത് ചെയ്യുന്നത്? ഒരു ഫേസ്ലെസ് ഐഡന്റിറ്റിയാണ് ഇതുവരെ നെയ്ത്തുകാർക്ക് ഉണ്ടായിരുന്നത്. ഇതൊരു ഡിസൈനറോ കടകൾ കൊണ്ട് അവരുടെ പേരടിച്ച് അവർ വിൽക്കും. അവരാണ് അതിന് പ്രോഫിറ്റ് വെക്കുന്നത്. ഈ നെയ്ത്തുകാർക്ക് എന്തുകൊണ്ട് അവരുടെ ഡിഗ്നിറ്റി കിട്ടുന്നില്ല? എന്തുകൊണ്ട് അവരുടെ ചെയ്യുന്ന തൊഴിൽ ഇത് മൊത്തം അവരൊരു തരിയിൽ 2 ദിവസം ഇരുന്നിട്ടാണ് സാരി നെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിനുള്ളൊരു റെസ്പെക്ട് നമ്മൾ കൊടുക്കണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ടാഗ് നോക്കുമ്പോൾ ഈ ടാഗിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആരാണ് നെയ്യുന്നത് വിത്ത് ഫോട്ടോ ഉണ്ട്. അവരെത്ര വർഷം, ഇപ്പോൾ ഈ വിനീത 39 വർഷമായിട്ട് നെയ്യുന്ന സ്ത്രീയാണ്. എന്തുകൊണ്ടാണ് നെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഇൻട്രസ്റ്റ്, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അവരുടെ പറ്റിയുണ്ട്. പിന്നെ ഉള്ളത് ഈ ടാഗ്സിലെ സ്പെസിഫിക് സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന സേവ് ദ ലൂമിൻ്റെ ഞങ്ങളൊരു ഡിസൈനർ ബ്രാൻഡല്ല, ഞങ്ങളൊരു ഓർഗനൈസേഷണൽ ഇതാണ്, ഇമ്പാക്ട് സോഷ്യൽ ഇമ്പാക്ട് ഏജൻസിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 3 കാര്യങ്ങളാണ് എംഫസിസ് ചെയ്യുന്നത്. വൺ ഇസ് ദ പ്ലേസ് ഓഫ് ഒറിജിൻ. ഇപ്പോൾ ചേന്നമംഗലത്ത് നെയ്യിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അതെങ്ങനെ റീറ്റെയിൻ ചെയ്യണം. ദെൻ കംസ് ദി പ്രോസസ്. ഈ നെയ്യിൻ്റെ ഒരു പ്രോസസ്സ് ഒരു 10-28 ദിവസമുള്ള ഒരു പ്രോസസ്സ് ട്രഡീഷണലി ചെയ്തുകൊണ്ട് വരുന്നുണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ്. മൂന്നാമത്തതാണ് ഈ പീപ്പിൾ, നെയ്യ ആൾ. അപ്പോൾ ഈ 3 പേരും കിട്ടുമ്പോഴാണ് ഒരു പ്രൊഡക്റ്റായി വരുന്നത്, 4ാമത്തെ കീഴിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ടാഗ്സിൽ ഇറ്റ് ഡിഫൈൻസ് എവറിത്തിങ്. ഇത് ചേന്നമംഗലത്തിൻ്റെ എന്താണ് അവിടെ സ്പെഷ്യാലിറ്റി ചെയ്യുന്നത്, അതേപോലെ ദ പീപ്പിൾ ഹൂസ് ഡൂയിങ് ഇറ്റ്, ദ പ്രോസസ് ഓഫ് വീവിങ്. ഈ 3ഉം ഒരു ഇൻഫർമേഷൻ ടാഗായിട്ട് നമ്മൾ ഒരു ഡ്രസ്സ് കിട്ടുമ്പോൾ അതിനൊപ്പം ഒരു കഥ കൂടി കഥ കിട്ടുന്നുണ്ട്. നിങ്ങൾ അതിനെ അഡീഷണലി വാല്യൂ സ്പെൻഡ് ആക്കുന്നില്ല. നിങ്ങളിത് ചെയ്യുമ്പോൾ ഈ ഒരു കൈത്തറിയുടെ ഒരു സാരി എടുക്കുമ്പോൾ ഒരു ട്രഡീഷണലി ഒരു മെഷീൻ മെയ്ഡ് പ്രൊഡക്റ്റ് അല്ലാണ്ട് ഒരു കൈത്തറി ധരിക്കുമ്പോൾ ഒരു 10-12 പേരുടെ കൈ കൊണ്ട് എഫേർട്ടിലാണ് ഈ സാധനം എത്തുന്നത്. ഞങ്ങൾ ചെയ്തത് എന്താ വെച്ചാൽ അതിൽ എങ്ങനെയാണ് ഇത് കൂട്ടാൻ പറ്റും. ഈ സാരികളുടെ ഒരു പോസ്റ്റ് ലൂം പ്രോസസ്സൊക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ ഈ സാരികൾ ഞങ്ങൾ പോസ്റ്റ് ലൂം പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഈ സാരിയുടെ വർക്ക് ഞങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ ഇത് ഹാൻഡ് ഹെംഡാണ്. കൈകൊണ്ട് നിന്നത് ശ്രീനാരായണ സേവിക സമാജം ആലുവയിലുള്ള അവിടെ സ്പെഷ്യൽ സ്ത്രീകൾക്കുള്ള ഒരു സംസ്ഥയുണ്ട്. അവർക്ക് ഞങ്ങൾ തൊഴിൽ കൊടുക്കുന്നു ഈ സാരി ഫിനിഷ് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരാൾ കസ്റ്റമർ സാരി മേടിച്ച് ഇത് ഒരു ടൈലറുടെ അടുത്തോ വേറെ എവിടെയും കൊണ്ടുപോയി വർക്ക് തയ്ക്കേണ്ടി വരും. ഇതിലാവുമ്പോൾ ഒരു 50 rupees or 60 rupees പെർ സാരി ഒരു സ്ത്രീക്ക് ഇരുന്നത് ചെയ്യാൻ കിട്ടും. അപ്പോൾ അവർ വരുമാനം എക്സ്ട്രാ. ഈ സാരികൾ നെയ്യുമ്പോൾ ഇതിന്മേൽ പശ തയ്ക്കും, യാൻമേ നൂലുമേ പശ തയ്ച്ചിട്ടാണ് പിന്നെ യാനിലേക്ക് എടുക്കുന്നത്. അപ്പോൾ സാരി ലൂണിന് പുറത്ത് വരുമ്പോൾ ചെറിയ സ്റ്റിഫ്നെസ് ഉണ്ടാവും. ഇന്നത്തെ ജനറേഷന് അത്ര സ്റ്റിഫായ സാരി ധരിക്കാനുള്ള ഒരു ആഗ്രഹമില്ല. അത് മാറ്റാൻ വേണ്ടി ട്രഡീഷണലി ഇതൊരു മെഷീനിൽ നമുക്ക് ഡീപ്രോസസ് ചെയ്യാം, മൊത്തം സ്റ്റാർച്ച് കളയാം. നമ്മൾ ഇതിൽ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഫോർട്ട് കൊച്ചിയിൽ ഇവിടെ വേലി ഗ്രൗണ്ടിൻ്റെ അടുത്തൊരു ട്രഡീഷണൽ 100-300 വർഷം പഴക്കമുള്ള ധോബിഖാനയുണ്ട്. 1720 ഡച്ച് ആർമിക്ക് യൂണിഫോം നെയ്യാൻ വേണ്ടി ഒരു കമ്മ്യൂണിറ്റി കൊടുന്ന് താമസിപ്പിച്ച. ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പുതിയ സാരികൾ അവർക്ക് കൊടുത്ത് അവർ ട്രഡീഷണലി കൈകൊണ്ട് കഴുകുക. ബ്രാൻഡ് ന്യൂ സാരീസ് ജനറലി ആൾക്കാർ അവരുടെ അടുത്ത് they take the soiled garments to wash. We give them the fresh new sarees to wash and de-starch. അപ്പോൾ ഈ ടെക്സ്ചർ, ഈ സാരിയുടെ മൊത്തം ടെക്സ്ചർ മാറി വളരെ സോഫ്റ്റ് ആയി കിട്ടും. സോ ദ കസ്റ്റമർ ഈസ് റെഡി ടു വെയർ. ഇതിന് ഷ്രിങ്കേജ് കഴിഞ്ഞു, പ്രോസസ്സിംഗ് കഴിഞ്ഞു. സോ വെൻ എ കസ്റ്റമർ ഗെറ്റ്സ് എ റെഡി സാരി they don't have to do anything, they just have to can readily wear it. ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വേറൊരു കളക്ഷൻ ചെയ്തത്, so when we try to work, we try and look at projects where we have a space to play around, where we can come and make a change. ഒരു ഡിസൈനർ ബ്രാൻഡ് ആകുമ്പോൾ എപ്പോഴും ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫാഷനായിട്ടോ സംഭവം ചെയ്യണം. ഞങ്ങൾ അതിന് മാറി ഒരു പ്രൊജക്ട് ഇടുമ്പോൾ, ഒരു സാരി നെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് ആർക്കൊക്കെ എത്താൻ പറ്റും, എത്ര പേർക്ക് അതിന്റെ ഒരു നമുക്ക് ലാസ്റ്റ് മൈൽ വരെ കണക്ടിവിറ്റി വരെ ഒരു കോട്ടൺ ഗ്രോ ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആവണ വരെ എത്ര പേരുണ്ട്, അവർക്ക് ഇതിന്റെ വരുമാനവും അവർക്ക് സോഷ്യൽ ഡിഗ്നിറ്റിയും സ്പേസും എങ്ങനെ കൊടുക്കാൻ പറ്റുന്നുള്ള ശ്രമമാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ
ഫൗണ്ടേഷൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കാനും മുന്നോട്ട് കയറി വന്നതും ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ആയിരുന്നു, ദ ഫസ്റ്റ് ലേഡി ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള, ജസ്റ്റിസ് ഉഷ. ഷീ പാസ്ഡ് അവേ 2 years back. ഷീ ആൻഡ് ഹസ്ബൻഡ് ജസ്റ്റിസ് സുകുമാരൻ സർ, ഇവരാണ് ഏറ്റവും മുന്നോട്ട് ഒരു ഹെൽപ്പ് ചെയ്യാൻ വന്നത്. അപ്പോൾ അവരിങ്ങനെ പല സ്റ്റോറീസും സാരീസിനെ പറ്റി, ജഡ്ജ് അഡ്വക്കേറ്റ്സ് സ്ഥിരം കോർട്ടിൽ ധരിച്ചു പോണ അവർക്ക് ഹാൻഡ്ലൂമായിട്ടൊരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഉണ്ട്. അല്ലാണ്ടും കോട്ടൺ സാരീസ്, ദി അഡ്വക്കേറ്റ്സ്, ബിക്കോസ് എവറി ഡേ ഓഫ് ദ ലൈഫ് ദർ ഇൻ ദ കോർട്സ് ആൻഡ് ദേ വാണ്ടഡ് ടു ബി ടേക്കൻ സീരിയസ് ഇൻ ദ പ്രൊഫഷൻ വിച്ച് ഇസ് ലാർജ്ലി ഡോമിനേറ്റഡ് ബൈ men. They always had a glamour and love for good, stiff, starched, heavy cotton sarees. So she used to keep narrating to me a lot of stories about how she was passionate about handloom and everything. And there were many stories which she told us over the past 2 years before she passed away sometime in October 2020. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു എങ്ങനെ ഒരു ട്രിബ്യൂട്ട് ഒരു കളക്ഷൻ ചെയ്യണം. അപ്പോൾ ആ സംസാരത്തിൽ പല സമയത്തും നമ്മൾ കോർട്ടിൽ ധരിക്കുന്ന ഇന്നത്തെ ലോയേഴ്സ് സാരി കൂടുതലും ധരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ വെസ്റ്റേൺ ഗാർമെന്റ്സോ സൂട്ട്സോ സൽവാർ കമ്മീസ് ഇട്ടാണ് കോർട്ടിലേക്ക് വരുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിന് ഞങ്ങളുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വിചാരിച്ചു ലെറ്റ്സ് work towards creating a collection of putting the sari back into the courtroom. Our research was very eye-opening to us because we discovered how many women judges are in this country. We discovered the first woman judge in the country ever was from Kerala, Anna Chandy. This first Supreme Court judge in India was from Kerala, Fatima Devi. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ഞങ്ങൾക്ക് ഒരു ത്രെഡ് കിട്ടി. ഇത് വെച്ചൊരു കളക്ഷൻ ചെയ്യുമ്പോൾ അതെങ്ങനെ ഇന്നത്തെ ഒരു ജനറേഷൻ കോർട്ടിൽ ധരിച്ച് പോകാൻ പറ്റും, അവർക്ക് ലൈഫ് സ്റ്റൈൽ വെച്ച് എങ്ങനെ ഒരു സാരി നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 2 വർഷം മുമ്പ് വിധി എന്ന് പറഞ്ഞ കളക്ഷൻ ലോഞ്ച് ചെയ്തു, വിച്ച് ഇസ് ഓൺലി ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ഗ്രേ ബ്ലെൻഡഡ് സാരീസ്. ആ കളർ അത് എസെൻഷ്യലി അതുകൊണ്ട് റീസൺ എന്താണെന്ന് വെച്ചാൽ കോർട്ടിൻ്റെ അകത്ത് യൂണിഫോം ധരിക്കണം എന്നുള്ളൊരു കമ്പൽഷൻ ഉണ്ട്. അവരിടുന്ന ഡ്രസ്സും അതിൻ്റെ മുകളിൽ ഒരു കോട്ടും പിന്നെ ഒരു ട്രെഞ്ച് കോട്ടും, മൂന്ന് സാധനങ്ങളാണ് അവർ ഒഫീഷ്യലി ധരിക്കുന്നത്. ഈ ടോപ്പ് ലെയർ കോട്ട് എപ്പോഴും ജനറലി സാറ്റിനും അങ്ങനത്തെ ഒരു സിന്തറ്റിക് മെറ്റീരിയൽ ഉണ്ടാക്കുന്നത്, ബിക്കോസ് അവർക്ക് ആ ഫ്ലോവും വേണം. പിന്നെ അത് ഇറ്റ്സ് വോൺ എവറി ഡേ ഓഫ് ദ കോട്ട് ദാറ്റ് ഡേ. അതിൻ്റെ അകത്തൊരു ജാക്കറ്റ്. അപ്പോൾ ഈ മോസ്റ്റ് കോട്ട്സ് ഇൻ ഇന്ത്യ ഇസ് നോട്ട് എയർ കണ്ടീഷൻ. ഇത്തരം ഒരു വസ്ത്രങ്ങളുടെ ആ യൂണിഫോം ഡ്രസ് കോഡ് ഇതുവരെ മാറ്റം കൊടുത്തിട്ടില്ല. ഒരു ബ്രിട്ടീഷ് ലെഗസിയാണ് നമ്മളത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. സോ വി ഫൗണ്ട് നൈസ് വിൻഡോ ഫോർ us to think of designing something, and as part of it we came up with this Vidhi collection, which is a tribute to the Indian women lawyers. And there are about 15 designs. Each design is named after a renowned woman judge who has contributed and made a big change. അപ്പോൾ സാരികളുടെ പേരിലും ഒരു ജഡ്ജസിന്റെ പേരിലാണ് നമ്മൾ ട്രിബ്യൂട്ട് ആയിട്ട് ആക്കിയത്. So that was a very big eye-opener for us. Design can serve multiple purposes. ഞങ്ങൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നെയ്ത്തുകാർക്ക് സ്ഥിരമായി നെയ്യാൻ ഈ ഫെസ്റ്റിവൽ ഒക്കേഷനും കസവ് വിട്ടിട്ട് നെയ്ത് അവർക്ക് സ്ഥിരം ഡെയിലി ചെയ്യണമെങ്കിൽ എന്താണ് ഒരു ഓർഡർ കിട്ടാൻ പോകണം എന്നുള്ളത് ആഗ്രഹത്തിലാണ് തുടങ്ങിയത്. പക്ഷേ നമുക്ക് കിട്ടിയ റിസപ്ഷനിൽ പല കേസുകളും നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. We could address the need for women lawyers to wear sarees, stylish sarees. അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ, ഇന്നത്തെ ഒരു ലോയർ എന്ന് പറഞ്ഞാൽ 10-15 മണിക്കൂർ ഒരു ഓഫീസിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം സ്കെയിലാണ് അവർക്ക്. രാവിലെ കോർട്ടിൽ പോകും, ഉച്ചയ്ക്ക് വന്ന് പിന്നെ അടുത്ത ദിവസത്തെ പ്രിപ്പയർ ചെയ്യും. പിന്നെ അവർക്ക് വൈകിട്ട് ഒരു 6-7 മണിക്ക് അവരുടെ ഓഫീസിൽ നിന്ന് ലോയർ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്കൊരു കോഫി കുടിക്കാനോ ഒരു ഡിന്നറിനെ പോകണമെങ്കിൽ വീട്ടിൽ പോയി യൂണിഫോം മാറ്റിയിട്ടേ പോകണം. ആ കാര്യം നമ്മൾ അഡ്രസ് ചെയ്യാൻ പറ്റും. ഈ സാരികൾ അത്ര സ്റ്റൈലിഷ് ആക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു എഫേർട്ടൊക്കെ നമ്മൾ ഡിസൈൻ വഴി അഡ്രസ് ചെയ്തു. റിസർച്ച് ആവശ്യമാണ്. നമ്മൾ അതുകൊണ്ട് എഫേർട്ട് ചെയ്യേണ്ട. ഒരു കസ്റ്റമർ മേടിക്കുമ്പോൾ ഇത് നോക്കുന്നത്, ആദ്യം നോക്കുന്നത് കളർ, പിന്നെ നോക്കുന്നത് വില, പിന്നെ നോക്കുന്നത് ഡിസൈൻ. ഈ 3-4 കാര്യം വെച്ചിട്ടാണ് കസ്റ്റമർ മേടിക്കുക. പക്ഷെ അത് വിട്ടിട്ട് അത് ചെയ്യുമ്പോൾ നമുക്ക് അതുവഴി പലവർക്കും അതിൻ്റെ ബെനിഫിറ്റ് എത്തിക്കാൻ പറ്റും. ദാറ്റ് ഈസ് എ ബിഗർ കോസ്റ്റ്, ബിഗർ റീസൺ. അപ്പം നിങ്ങളൊരു മേടിക്കുമ്പോൾ 5000 രൂപയുടെ സാരി മേടിച്ചു, പക്ഷെ അതിൻ്റെ പുറകെ 15 പേർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു മേടിക്കാൻ നിങ്ങളുടെ മണിക്ക് ഒരു വാല്യൂ ഉണ്ട്. അതേ സമയത്ത് ഒരു മെഷീനിൽ ഉണ്ടാക്കിയ ഒരു സാരി, ഒരു മെഷീനിൽ ഉണ്ടാക്കിയ പ്രൊഡക്റ്റിനും സെയിം ചിലപ്പോൾ വില കൊടുക്കും. പക്ഷെ അത് ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ്. ഇറ്റ്സ് നോട്ട് പ്രൊട്ടക്ടിങ് എ സ്കിൽ സെറ്റ്, ഇറ്റ്സ് നോട്ട് പ്രൊട്ടക്ടിങ് എനി എൻവയറമെന്റൽ തിങ്സ്. അതിൻ്റെതായ പല നെഗറ്റീവ് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇൻ എ കൺട്രി ലൈക്ക് ഇന്ത്യ യു സ്റ്റിൽ നീഡ് മെഷീൻ മെയ്ഡ് പ്രൊഡക്ട്സ്. ബട്ട് ഇത് നമ്മളുടെ ട്രഡീഷണൽ ഹിസ്റ്ററിയും കൾച്ചറും ആർട്ട് ഹെറിറ്റേജ് ഇതിനൊക്കെ ഭാഗമായ ഒരു തൊഴിലാണ്.
അപ്പോൾ അതിനെങ്ങനെ നശിപ്പിച്ച് കളയാണ്ട് നമ്മളെങ്ങനെ ഒരു പുതിയ ജനറേഷന് റെലിവൻസ് എങ്ങനെ കണ്ടെടുക്കും എന്നുള്ളൊരു എഫേർട്ടാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഷോ യു ദ വെരി കളക്ഷൻ. ഇതാണ് സിമ്പിളായി ഇതിൻ്റെ ബേസിക് കൺവെൻഷൻ. ബോർഡേഴ്സ് ഉണ്ട്, ഇത് രണ്ട് സൈഡിലും ചെയ്യാം. ഇവിടെയുള്ള ബോർഡറും ഇതിൻ്റെ ബോർഡറും തിക്നെസ്സിന് വേരിയേഷൻ ഉണ്ട്. നമുക്ക് ഡിസൈൻ വേണമെങ്കിൽ മാറ്റാം. ബാക്കി സാരി മൊത്തം പ്ലെയിൻ ആണ്. ചില സാരികളിൽ ഇതിലും അതേപോലെ തന്നെ ഇറ്റ്സ് ഗ്രേ ആൻഡ് ബ്ലാക്ക്, ദാറ്റ്സ് സിമ്പിൾ. സോ ഇത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റെഗുലേഷൻ യൂണിഫോം ഗൈഡ് ലൈൻസ് ഫോർ വുമൻ ലോയേഴ്സിന് മീറ്റ് ചെയ്യുന്നത് കണ്ടീഷനിലാണ് ചെയ്യുന്നത്. ഇതൊക്കെ ധരിച്ചു വരുമ്പോൾ ഇത് ഹാഫ് ഗ്രേ, പിന്നെ സ്ട്രൈപ്സ് ഉണ്ട്. സ്ട്രൈപ്സ് വെച്ചും, പക്ഷേ ഇത് ധരിച്ചു വരുന്ന ജാക്കറ്റ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ട്രൈപ്സ് കാണില്ല. അത് കൂട്ടുന്ന ഇറങ്ങി അവരുടെ മറ്റേ റോബ് എടുത്ത് കളയുമ്പോഴാണ് ഈ സ്റ്റൈൽ ഡിസൈനായിട്ട് കാണുന്നത്. ഇത് പല്ലും ഭാഗത്ത് വരുന്നത്. അതേപോലെ പല ഡിസൈനുകളും ഹാഫ് വൈറ്റ് ആൻഡ് ഹാഫ് ഗ്രേ. അപ്പോൾ ഈ as I told you, now this give me the one you should ഇതാണ് ഇതിൽ പറഞ്ഞ പോലെ നെയ്ത്തുകാരുടെ ഡീറ്റെയിൽ ഉണ്ട്. അതേ സമയത്ത് ദിസ് ഇസ് എ ട്രിബ്യൂട്ട് ടു എ ജഡ്ജ് ഫ്ലാവിയ ആൽബസ്. ഓക്കെ, സിമിലർലി ദിസ് സാരി ഹാഡ് 2 ranges. ഇതൊരു വൈറ്റിലുണ്ടായിരുന്നു, ഇത് ആന ചാണ്ടിയുടെ പേരിലാണ്. ആൻഡ് വി ലോഞ്ച് ദിസ് കളക്ഷൻ ആസ് എ ട്രിബ്യൂട്ട് ടു ആന ചാണ്ടി ഓൺ ബർത്ത്ഡേ 101st birthday 2 years ago. These sarees starts for about 3,900 rupees and goes up. So these sarees got a huge amount of visibility from all over India. Supreme Court Justice Nagaratna തൊട്ട് പലവരും ഈ സാരികൾ ഞങ്ങളുടെ അന്വേഷിച്ച് പർച്ചേസ് ചെയ്തോ അല്ലെങ്കിൽ ഗിഫ്റ്റ് വഴി വിതരും അയച്ചു കൊടുത്തവർക്ക് അങ്ങനെ വളരെയധികം റിസപ്ഷൻ കിട്ടി. ഇത് എവർ ഗോയിങ് പ്രൊഡക്റ്റാണ്. ഈ നമ്മൾ ചെയ്യുന്ന വർക്കിൽ ഫാഷൻ്റെ ഒരു ആൻറ്റി സിസ്റ്റത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ സീസണലല്ല, നമ്മൾ ട്രെൻഡായിട്ടല്ല ചെയ്യുന്നത്. സമ്മർ വിൻ്റർ ഈ കളക്ഷൻ ഉണ്ട്, കളക്ഷൻ അതൊന്ന് മാറി എന്നുകൊണ്ട് ചെയ്യുമ്പോൾ അത് ടൈംലെസ് ആണ്. എന്നും അതൊരു ഫാഷൻ്റെ ഇരിക്കും, യൂസ് ചെയ്യാം, ലൈഫ് ലോങ് യൂസ് ചെയ്യാം. പിന്നെ ഇന്ത്യയിൽ ധരിക്കുന്ന സാരികളുടെയും ഇതെന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് വൺ സൈസ് വിച്ച് ഫിറ്റ്സ് ഓൾ. സൈസിൻ്റെ പ്രശ്നമില്ല. ഇത് അടുത്ത വർഷം ഫാഷനിൽ ഇല്ല എന്ന് പറഞ്ഞ് കളയേണ്ട ആവശ്യമില്ല. ഇത് ക്യാൻ ട്രാൻസ്ഫർ ഹാൻഡ്. അപ്പോൾ കയ്യിലോട്ട് നെയ്യുമ്പോൾ അതിനൊരു ലൈഫും ഉണ്ട്, സ്പാനും ഉണ്ട്. ആൻഡ് വൈ ഷുഡ് ഇറ്റ് നോട്ട് എക്സ്റ്റെൻഡ് ദാറ്റ് ലൈഫ്? സോ ദി ഐഡിയ ഈസ് ടു ടേക്ക് ഫോർവേഡ് ദി ട്രഡീഷണൽ ഐഡിയാസ് ഓഫ് വീവിംഗ് ആൻഡ് സീയിങ് ന്യൂവർ ഓപ്പർച്യൂണിറ്റീസ് ടു ഡു ഇറ്റ്. ഇത് ബൽറാമപുരത്തെ നെയ്ത സാരികളാണ്. ഇത് നമ്മുടെ കൺവെൻഷണൽ പാറ്റേൺ. അപ്പോൾ ഇതൊക്കെ വെക്കുമ്പോൾ ഇറ്റ്സ് ഓൺലി ഫോർ ദ ഫാൻസി ഓഫ് ഇറ്റ്. ഞാൻ കേരള കസവ് സാരി മേടിച്ചു. പക്ഷേ ഇതിൽ നമ്മൾ ഓഫ് വൈറ്റിന് മാറ്റി കളറുകൾ കൊടുക്കും. ജനറലി ഓഫ് വൈറ്റും ഗോൾഡാണ്. ഇതിൽ നോക്കുമ്പോൾ then we have done sarees which is basically as I said, to keep the number of hands to increase it, what we have done is there are these sarees. The speciality of these sarees are this is eco-printed. So സാരി നെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ ഒരു ഡൈയിങ് പ്രോസസ്സ് കൈകൊണ്ട് മാറ്റി. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വി ആർ വർക്കിംഗ് വിത്ത് എൻ ഡിസൈനർ ആൻഡ് ആർട്ടിസ്റ്റ് കോൾഡ് അമാൽഡ. ഷീ ഈസ് ഓൾസോ എൻ ആക്ടർ. അപ്പോൾ അവളൊരു നാച്ചുറൽ ഡൈയിങ് ആർട്ടിസ്റ്റാണ്. ഈ സാരികളിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടു ക്രിയേറ്റ് എൻ എക്സ്ക്ലൂസീവ് സ്പേസ് ഫോർ വീവിംഗ് ഇൻ കേരള, what we are trying to do is the flowers grown in Kerala is used for dyeing the sarees. അപ്പോൾ എല്ലാ സാരികളിലും ഈ ചെയ്യുന്ന ഒരു നാച്ചുറൽ എലിമെൻ്റ് ആണ്. ഇത് കെമിക്കൽ ഡൈസ് അല്ല, നാച്ചുറൽ ഡൈസ് ആണ്. ഷോ യു ഇത് ലാസ്റ്റ് ചെയ്യും. കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഒരു പ്രശ്നമില്ല. സോ ദീസ് സാരീസ് നൗ ഇത് ഡൈ ചെയ്തിരിക്കുന്നത് വയനാട്ടിൽ ഉള്ള വൈൽഡ് ബെറീസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ മോഡേൺസ് നമ്മൾ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കണ്ടെടുത്ത് ഏതൊക്കെ ഇത് ക്യാൻ പ്രൊഡ്യൂസ് ദ ഡൈസ്.
This is also the wild berries from Wayanad. Blueberry. ഇതിൻ്റെ ചെണ്ടുമല്ലി and there are multiple elements being used. So we had launched a collection called Lilies of Malarikal. Unfortunately, it's all sold out. I don't have it to show it to you. So Lilies of Malarikal was Kottayathinte adutha Malarikal alla varsham 3 maasam. We almost thousands of acres of land is converted into lily fields. So we cultivate the flowers from there and use the color colours to create eco printing the sarees. So it's a very kind of limited edition sarees. Allam saree cheyumbo each piece is unique and there's no second piece of it. So that also extends a number of times. So ആ സാരി ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ഓൾമോസ്റ്റ് 16 പേർക്ക് തൊഴിൽ കിട്ടും. By finishing the saree, by employing it, അതിലൊരു ഫിഷർമെന്റിനും ലിലീസ് എത്തിക്കാൻ വേണ്ടി അയാൾക്കും ഒരു വരുമാനം കിട്ടുന്നുണ്ട്. ഈ കോൺസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെമ്പിൾസിലും വെഡിങ്സിലും യൂസ് ചെയ്യുന്ന ഫ്ലവർ വെച്ച് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം, അപ്സൈക്കിൾ ചെയ്യാം. ഒരു കല്യാണത്തിൽ ഉപയോഗിക്കുന്ന മൊത്തം പൂക്കൾ അടുത്ത ദിവസം നമ്മൾ കളയും. അന്ന് ഡൈ ചെയ്യാൻ പറ്റുന്ന ഇതെടുത്തിട്ട് നമുക്ക് ഇക്കോ പ്രിന്റിങ്ങോ നാച്ചുറൽ ഡൈയിങ്ങിൽ കൺവേർട്ട് ചെയ്തിട്ട് പല കാര്യങ്ങളും ചെയ്യാം. ഐ ക്യാൻ ഈവൻ ഗിവ് ആസ് എ ഗിഫ്റ്റ് ബാക്ക് ടു ദി കപ്പിൾ ടു കീപ് ദ ടെക്സ്റ്റൈൽ ആസ് എ മെമ്മറി. ഇപ്പോൾ വേസ്റ്റേജ് ഇല്ല, സസ്റ്റൈനബിൾ ലൈഫ് സൈക്കിളിൽ നമ്മൾ എങ്ങനെ ഒരു സാധനത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള ഇതാണ്. So 108 as an idea celebrates these ideas, and what we have done is we have worked with almost 35 designer brands in India, which takes forward this idea of making by hand, introducing newer elements which is sustainable. So across the store, I'll show you around. There are more products which tells the same story. Jewelry in there, accessories in there, bags in there, and paladum. A good amount of work is done by കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ചെയ്യുന്നത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതും സസ്റ്റൈനബിൾ ആയിട്ടാണ്. അതുപോലെ പല കാര്യങ്ങളുണ്ട്, റഗ്സ് ഉണ്ട്, കാർപ്പറ്റ്സ് ഉണ്ട്. ദെൻ സ്പെസിഫിക്കലി പ്രൊഡക്ട്സ് വിച്ച് ഹാസ് എ ഗ്ലോബൽ പ്രസൻസ് ആൻഡ് മെയ്ഡ് ഇൻ കേരള. കേരളത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഗ്ലോബൽ പ്രൊഡക്റ്റിനായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഇത് നെയ്ത്ത് എന്ന് പറഞ്ഞൊരു ചേർത്തലയിലുള്ള റഗ് മേക്കിംഗ് കമ്പനി വിച്ച് ഇസ് വൺ ഗ്ലോബൽ അക്ലെയിം. വി ഹാവ് ദെയർ പ്രൊഡക്ട്സ്. വി ഹാവ് മലായ് എന്ന് പറഞ്ഞൊരു ഫോർട്ട് കൊച്ചി ബേസ്ഡ് ലേസർ ബ്രാൻഡ് which works with coconut cellulose to create vegan leather. Adinde we stock them here. Besides that, we have a swimwear brand which is from Fort Kochi called Coco Farm, which uses marine waste and imported very sustainable textile to make swimwear. അങ്ങനെ പല ബ്രാൻഡുകളും കേരള സ്റ്റോറിലുള്ള ബ്രാൻഡ് ഞങ്ങൾക്ക് കൂടുതലും ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനുള്ള സ്പേസ് ആയിട്ടാണ് നോക്കുന്നത്. ബിക്കോസ് ഫോർട്ട് കൊച്ചി ബ്രിങ്സ് ദാറ്റ് ഓഡിയൻസ്. More than the city people, I get people from all countries and all over the world. So this is a perfect show window for us to showcase what handmade in India can be. How it can be much more bigger. Why is it luxury? കയ്യോണ്ട് നാട്ടുന്ന സാധനത്തിന് നമ്മുടെ നാട്ടിലോ കേരളത്തിലോ ഇന്ത്യയിലോ തന്നെ കൊടുക്കുന്നില്ല. പക്ഷേ കയ്യോണ്ട് ഉണ്ടാക്കുന്നത് ലിമിറ്റഡ് എഡിഷനാണ്. ഒരു സ്ത്രീക്ക് ഒരു മാസം ഒരു 10 സാരി നെയ്യാൻ പറ്റും. ഒരു വർഷത്തിൽ 100 സാരിനാലും കൂടുതൽ നെയ്യാൻ പറ്റില്ല അവർക്ക്. So how do I increase her earning in that 100 sarees? പ്രായം കൂടുമ്പോഴും ആ സാരികളുടെ എണ്ണം കുറഞ്ഞേ പോകും. പക്ഷെ അവർക്ക് വരുമാനത്തിൻ്റെ ആവശ്യവും കാശ് ഉണ്ടാക്കുന്നതും കൂടെ വരും. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു തൊഴിലും അവർ ചെയ്യുന്ന അവർക്കുള്ള ഒരു കലയിലും നമ്മൾ എങ്ങനെ അത് കൂട്ടിക്കൊടുക്കാൻ പറ്റും, ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെ നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടെടുക്കാൻ പറ്റും. അവർ ചെയ്യുന്ന സാധനത്തിന് വെച്ച് അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം കിട്ടണം. അല്ലെങ്കിൽ നമ്മളിത് ഗവൺമെൻറ് സബ്സിഡിയും റിബേറ്റും പല കാര്യങ്ങളായിട്ട് ആ ഒരു വിഷ്യസ് സർക്കിളിൽ ആണ് ഇതുവരെ സ്ട്രഗിൾ ചെയ്യുന്നത്. അതിന് മാറ്റി കാണുന്ന ഒരു വഴിയാണ് ഉപയോഗിച്ച് നോക്കുന്നത്. വില സ്വാഭാവികമായിട്ട് നമ്മളെന്തും കൈകൊണ്ട് മൊത്തം പ്രോസസ് ചെയ്തു വരുന്നു. ഇന്നിപ്പോൾ കേരളത്തിലൊരു ബേസിക് ലേബറെ വിളിച്ച് 1200 രൂപ പെർ ഡേ മേടിക്കുന്നുണ്ട്. നെയ്ത്തുകാർക്ക് 8 മണിക്കൂർ കയ്യും കാലും കണ്ണും ബോഡിയിലുള്ള നെയ്ത്ത് വീവിങ് ഇസ് വൺ പ്രൊഫഷൻ വെയർ ഇറ്റ് ഇസ് മോസ്റ്റ് ടഫസ്റ്റ്. ഒരു സയൻറ്റിസ്റ്റ് ഡോക്ടർ ചെയ്യുമ്പോൾ അവരവരുടെ ബ്രെയിനും കയ്യും കണ്ണും മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ വീവിങ് എന്ന് പറയുമ്പോൾ ഒരു ലെബോറിയസ് വർക്കാണ്. കയ്യും കാലും സിങ്ക്രണൈസ് ചെയ്യും. ഡിസൈൻ ഇല്ല, കമ്പ്യൂട്ടർ അല്ല, അവരുടെ മൈൻഡിൽ വെച്ച് കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഒരു യാറിൻ്റെ തിക്നെസ് കാണിച്ചു കഴിഞ്ഞാൽ ഒരു മൈക്രോ തിക്നെസ്, അതിൽ ഒരു തെറ്റും വരാണ്ട്
അത് നെയ്തെടുക്കണമെങ്കിൽ മീറ്ററോളം ആ ശ്രമത്തിന് വേണ്ടി കിട്ടുന്ന വരുമാനം ഇസ് എൻ ഇൻസൾട്ട് ടു ദാറ്റ്. ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ 150-200 രൂപ ഒരു ദിവസം ഉണ്ടാക്കുന്നതാണ്. സോ ആർ വി ഡൂയിങ് റൈറ്റ് ബൈ കീപ്പിംഗ് ദോസ് പീപ്പിൾ അല്ലേ? എന്നോട് പലരും ചോദിച്ചു, വൈ ഡു യു വാണ്ട് ടു സേവ് ദം? നഷ്ടു പോയിക്കോട്ടെ, ഇത് നിങ്ങൾ അവർക്കത് വെച്ച് ജീവിക്കാൻ പറ്റിയെങ്കിൽ പിന്നെ തൊഴിൽ എന്തിനാണ്? പക്ഷെ അത് നമ്മൾ പ്രശ്നം ഒരു കസ്റ്റമറുടെ ഇല്ല, ആ ഒരു പീപ്പിൾ ഹു അപ്രീഷിയേറ്റ് ഹാൻഡ് വിൽ ഓൾവേസ് ബൈ ഇറ്റ്. കൈകൊണ്ട് ഒരാൾക്ക് എല്ലാം ചെയ്തു വരുമ്പോൾ അതിനുള്ള ഒരു വില വരും. അത് മേടിക്കാനുള്ള ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. ഒരു മാസ് പ്രൊഡക്റ്റ് ആയിട്ട് ഇരിക്കില്ല, അത് അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ കൈകൊണ്ട് ചെയ്തു വരുമ്പോൾ അതിൻ്റെ ഉള്ളൊരു എഫേർട്ട്, എത്രയും കൈ മാറുന്നു അത്രയും വില കൂടും. എത്രയും അതിന് ഇപ്പോൾ ഒരു ഡിസൈനറുടെ ആൾക്ക് അയക്കുന്നു, അവിടെ അത് വലിയ ഫാക്ടറിയും എസ്റ്റാബ്ലിഷ്മെൻറ്റും ഡിസൈനും അതെല്ലാം ഇൻട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ഒരു 200 രൂപ 500 രൂപയുടെ മീറ്ററുള്ള ഫാബ്രിക് 5000-6000 രൂപ ഗവൺമെൻറ്റായിട്ട് മാറും. അത് സ്വാഭാവികമായിട്ട് അതിന് ഇൻപുട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനൊരു വില ആ ലെവലിലേക്ക് എത്തുന്നത്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ആൻഡ് വൈ ഷുഡ് യു ബി അഫ്രേഡ് ഓഫ് പ്രൈസിങ് ഇറ്റ് റൈറ്റ്? ഹാൻഡ്ലൂം എപ്പോഴും ഈ ഒരു സബ്സിഡിയും റിബേറ്റിൻ്റെ ഒരു സിസ്റ്റത്തിൽ കയറിയ കാരണമാണ് അത് നശിച്ചു പോകേണ്ട ഒരു വലിയ റീസൺ. സർക്കാരിന് വേറെ വഴിയില്ലാണ്ട് അത് ആ വഴി അവർ സഹായിക്കാൻ നോക്കിയതാണ്. പക്ഷെ അത് വെച്ച് ഇനി വരുന്ന സമയത്ത് ജീവിക്കാൻ പറ്റില്ല. കേരളത്തിൽ ഇപ്പോൾ സ്കൂൾ യൂണിഫോം കൈത്തറി വഴി കൊടുക്കുന്നുണ്ട്. ഒരു കേരളത്തിൽ ഐ ഡോണ്ട് തിങ്ക് എനി പേരൻറ്റ് ക്യാൻ നോട്ട് അഫോർഡ് സ്കൂൾ യൂണിഫോം ഫോർ എ ചൈൽഡ്. എത്ര പാവപ്പെട്ട ആൾക്കാരും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള ഒരു യൂണിഫോം മേടിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മൾ കൈത്തറിയിൽ നെയ്ത സാധനം സർക്കാർ അതിന് കാശ് കൊടുത്ത്, ടാക്സ് പേയുടെ കാശ് കൊടുത്ത് ഫ്രീ ആയ ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. തൊഴിൽ രക്ഷിക്കാനാണ് ഓക്കെ, പക്ഷെ ഈ ഒരു കുട്ടി 10 വർഷം ഫ്രീ ആയി കിട്ടുന്ന ഒരു ഹാൻഡ്ലൂം പിന്നെ ജീവിതത്തിൽ മേടിക്കാൻ പോകുന്നില്ല. ബിക്കോസ് ഈസ് ലോസ്റ്റ് വാല്യൂ. മേടിക്കാണ്ട് ഫ്രീ ആയ സർക്കാർ തന്ന സാധനം. അപ്പോൾ അതിനെന്ത് ഞാൻ വില കൊടുത്ത് 500 രൂപ 1000 രൂപ കൊടുത്ത് മേടിക്കണം? സോ ആക്ച്വലി മൂവിങ് ആയ ജനറേഷൻ ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, സ്കില്ല് വേണ്ട. ഒരു സ്കൂൾ യൂണിഫോം നെയ്യാൻ ഒരു സ്കില്ലും വേണ്ട. വെറുതെ നെയ്യാൻ അറിഞ്ഞാൽ മതി. തടിയിലിരുന്ന് റൈറ്റ് ലെഫ്റ്റ് വൈകിട്ട് 5-6 മീറ്റർ നെയ്യാൻ ആൾക്കാരുണ്ട്. വരുമാനം കൂടുതൽ കിട്ടും. പക്ഷേ കസവ് നെയ്യുന്ന സ്കില്ലോ ഡിസൈൻ ചെയ്യുന്ന സ്കില്ലോ ഒന്നും ആവശ്യമില്ല. അതും നശിച്ചു പോകുന്നു. മൂന്നാമത്തെ കാര്യം, ഈ സ്കൂൾ യൂണിഫോമിൽ ചെയ്യുന്നത് ഇത് സിന്തറ്റിക് മിക്സാണ്. യൂണിഫോമിൻ്റെ ഡ്യൂറബിലിറ്റിക്ക് വേണ്ടി 67% പോളിയസ്റ്ററും 33% കോട്ടണും മിക്സ് ചെയ്തൊരു ഫാബ്രിക്കാണ് കൊടുക്കുന്നത്. ഈ ട്രഡീഷണൽ വീവേഴ്സ് വരാനുള്ള ജനറേഷനായിട്ട് കോട്ടൺ നെയ്യുന്ന ആൾക്കാരാണ്. ഇവരെ വെച്ച് നമ്മൾ പോളിയസ്റ്റർ നെയ്യുന്നു. അതിന് ഈ പ്രശ്നങ്ങൾ നമുക്ക് ഒന്നും സോൾവ് ചെയ്യുന്നില്ല. ഈ വരുമാനം കൂട്ടിയിട്ട് പുതിയ ജനറേഷൻ വരുന്നുണ്ടോ നെയ്യാൻ? അതില്ല. അവർക്കത് വെച്ച് നെയ്യുന്ന ആൾക്കൊരു കോൺഫിഡൻസ് അതുമില്ല. ഒരു പ്ലെയിൻ വൈറ്റ് ഫാബ്രിക് അതിലൊരു ഡിസൈനോ മൈൻഡോ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് ഒരു കസവ് സാരി ചെയ്യില്ലെങ്കിലോ ഒരു ഡിസൈൻ സാരി ചെയ്യില്ലെങ്കിലോ ഒരു ഇന്നത്തെ സാരി നെയ്യുമ്പോൾ അവർക്ക് കാൽക്കുലേഷൻ ഉണ്ട്. ഇതിൽ ഇൻപുട്ട് ഇത് അവരുടെ സ്വന്തം എഫേർട്ടാണ്. ഇത് ഈ സ്റ്റാൻഡർഡൈസേഷൻ ഒരു സ്കെയിലോ മീറ്റർ വെച്ച് ചെയ്തതല്ല. അവരുടെ മനസ്സിൽ ഒരു കാൽക്കുലേഷൻ വെച്ച് അവർ ഇത് വരുമ്പോൾ ഈ യൂണിഫോമിറ്റി കിട്ടുന്നത് അവരുടെ ഏറ്റവും വലിയ സ്കിൽ സെറ്റാണ്. ഇത് ഫാഷൻ സ്കൂളിൽ നിന്ന് പഠിച്ചു വരുന്ന ഡിസൈനർമാർക്ക് ഉള്ള കഴിവല്ല, അവർ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കഴിവ് നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഇനി വരുന്ന ജനറേഷനിൽ നമ്മളിത് കൈമാറിയില്ലെങ്കിൽ ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്. നമുക്ക് മ്യൂസിയത്തിൽ കാണാനേ കഴിയും. ചിലപ്പോൾ അത് ഇന്ത്യത്തിൽ മ്യൂസിയത്തിലായിട്ടില്ല. ഇപ്പോൾ കാലിക്കോ എന്ന് പറഞ്ഞ നാട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ കാലിക്കോയുടെ ഫൈനസ്റ്റ് സാമ്പിൾസിൻ്റെ വിക്ടോറിയൻ ആൽബർട്ട് മ്യൂസിയത്തിൽ കേരളത്തിൽ അതിനെപ്പറ്റി ഞാൻ 6-8 വർഷമായിട്ട് റിസർച്ച് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് അധികം ഒന്നും കിട്ടിയിട്ട് കൂടി നമ്മൾ അത്രയും കൂടി കഴിഞ്ഞില്ല. കാലിക്കോ എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് ക്ലോത്ത് എന്നായിരുന്നു. കാലിക്കോ മ്യൂസിയം നമ്മുടെ ഭാഗം. കേരളമായിട്ട് ആ ബന്ധം ടെക്സ്റ്റൈലായിട്ട് വിട്ടുപോയിട്ട് പല സെഞ്ചുറീസായി. സോ കിടന്നിട്ടാണ് നമ്മൾ അതിന് വില എടുക്കാണ്ട് ഇരുന്നിരുന്നു. കേരള അറബ്സ് വന്ന് 11th സെഞ്ചുറിയിൽ ഇവിടുന്ന് ടെക്സ്റ്റൈൽ കാലിക്കോ എന്ന് പറഞ്ഞ ടെക്സ്റ്റൈൽ ആഫ്രിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ യൂറോപ്യൻ നാട്ടിലേക്ക് ചെയ്യുമ്പോഴാണ് ഇവർ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കേരളത്തിലേക്ക് യൂറോപ്യൻസ് വന്നിരുന്നത്. സോ ഇതൊരു ഹ്യൂജ് ഹിസ്റ്ററി ഓഫ് ടെക്സ്റ്റൈൽ വിത്ത് സൗത്ത് ഇന്ത്യ ആൻഡ് മോസ്റ്റ് ഓഫ് കേരള. ഈ കാലിക്കോമ ചെയ്യുന്ന ടെക്നിക് ചേഞ്ച് എന്ന് പറഞ്ഞ ടെക്നിക്കായിരുന്നു യൂറോപ്യൻസ് മൊത്തം അവരുടെ ഹോം ഫർണിഷിങ്ങും മറ്റും ഉപയോഗിച്ചിരുന്നു. അത് ഒരു ലെവലെത്തിയപ്പോൾ 1800 for 75 years the British and French had banned calico exports and change exports from India. അവരുടെ ഇൻഡസ്ട്രിയെ ബാധിക്കണമെന്ന് പറഞ്ഞിട്ട് അത്രയും ഗ്ലോറിയസ് ടെക്സ്റ്റൈൽ ഹിസ്റ്ററി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഇന്നത്തെ സമയത്ത് അതിന് വാല്യൂ ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്. സോ ദിസ് ഇസ് എ സ്മോൾ എഫേർട്ട് വി ആർ ട്രൈങ് ടു ഡു ആസ് പാർട്ട് ഓഫ് where we can take this story, how we can talk to a new generation. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഇത് കണ്ടും ഇത് സ്റ്റോറീസും they buy textiles, they buy garments. But when it has a story, it touches the human heart.
That is important today because everything that is woven by handloom, we always say that when you wear this sari, it's actually carrying the soul of the person who's woven it. For a machine, the medical automated product, the soulless down. But when you buy something from hand, there's always the person who's put her labor, sitting and weaving every millimeter for 2 days, 3 days, or more, depending on the design. Bengal sarees are. So we work with weavers in Bengal also. So these are finer techniques. But ഇത്രയും intricate techniques ഒക്കെ കേരളത്തിൽ നമ്മൾ നശിച്ചുപോയി. ഇത് ചെയ്യാവുന്ന ആൾക്കാരോ മാസ്റ്റർ വീവേഴ്സോ നമ്മുടെ ഇല്ല. അത് ചെയ്താൽ അതിനുള്ള അഭിമാനം നമുക്ക് കിട്ടുന്നുമില്ല. ഇത്രയൊരു ഇൻട്രിക്കേറ്റ് സാരി ചെയ്യുന്നത് ഇത് ബംഗാളിൽ നിന്ന് വരുന്നത്. ബംഗാൾ വീവേഴ്സായിട്ട് നമ്മൾ ചെറിയൊരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നെയ്യുന്നത് ആഴ്ചയുണ്ട്. അവിടെയൊക്കെ സ്കിൽ സെറ്റ് ഉണ്ട്. ഇത് ഇന്ന് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സ്കിൽ സെറ്റ് നമ്മൾ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ കുറഞ്ഞതും ശ്രമിക്കണം. പുതിയ തലമുറ കൊണ്ടുവരണം. വ്യത്യസ്തമായൊരു പാറ്റേൺ ഒക്കെയാണ്. അത് കേരളത്തിൽ നമ്മൾ കേരള ഓൾവേസ് ഇസ് നോൺ ഫോർ ഇറ്റ്സ് സറ്റൽ ആൻഡ് ഓസ്ട്രിയ ടെക്സ്ചേഴ്സ്. ഇപ്പോൾ കേരളത്തിൽ ചെയ്യുന്നത് ഇതാണ് കൂടുതലും. ഇങ്ങനത്തെ ഒരു ഡിസൈൻസും ഇതൊരു പ്ലെയിൻ ആണ് ബോഡി, കരയുണ്ട്. ഇതാണ് നമ്മളുടെ സിഗ്നേച്ചറായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിലും പല കാര്യങ്ങളും നമുക്ക് ഇനി വരുന്ന സമയത്ത് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെയാണത് മാക്സിമം ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ഇത്. അല്ലെങ്കിൽ ഫുൾ കസവിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സാരികൾ വളരെ ലിമിറ്റഡ് ആയിട്ട് വെച്ച് പോകുന്നുള്ളൂ. അതിലും ഇപ്പോൾ പ്യുവർ കസവൊന്നും ആരും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു മാർക്കറ്റ് ലിമിറ്റഡായി വരുമ്പോൾ ഒന്നുകിൽ അതിൽ നമുക്ക് പുതിയ ഡിസൈനുകൾ കണ്ടെത്തും, പുതിയൊരു മാർക്കറ്റ് കണ്ടെത്തും. അതിൻ്റെ അത് വില കൂടുമ്പോൾ ഒന്നൊരു പ്യുവർ കസവിൽ ഒരു സാരി ചെയ്ത് 19,000 രൂപ 1 ലക്ഷം രൂപ വരും. അപ്പോൾ ആ ഒരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിലനിൽക്കും. നേരത്തെ കാലം ചിലപ്പോൾ 1 മാസം 1.5 മാസം എടുക്കുമ്പോൾ പ്യുവർ കസവിൽ സാരി ചെയ്യുകയാണ്. പക്ഷെ അതിൻ്റെ ഒരു കൺസ്യൂമർ വളരെ കുറവായ കാരണം ആ നെയ്യുന്ന ആൾക്കാരും വളരെ കുറവ്. ആ സ്കിൽ സെറ്റൊക്കെ കുറഞ്ഞുകൊണ്ട് പോകാം. ഇന്ന് ബാക്കിയുള്ള സ്ഥലത്തുനിന്നോ മെഷീൻ മെയ്ഡ് പെട്ടെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നോ ബാക്കിയുള്ള പവർ ലൂമിൽ ഉണ്ടാക്കുന്ന സാരികൾ പല സ്ഥലത്തും കൈത്തറി എന്ന് പറഞ്ഞ ആൾക്കാർ വിൽക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ ചീപ്പ്, മാർജിൻസ് ഹൈ. സാറ് ഇത്രയും ഈ ഹാൻഡ്ലൂംസിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴേ സാറിന് ഈ ഹാൻഡ്ലൂംസിനെ വളർത്തിയെടുക്കാനായിട്ട് എന്ത് ചെയ്യുന്ന തോന്നുന്നത്? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കും. ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിൽ ഇല്ലാത്ത സ്കീമുകളില്ല. ഗവൺമെൻറ്റിൽ ഇല്ലാത്ത സപ്പോർട്ടോ ഇൻറ്റൻറ്റ് ഗവൺമെൻറ്റിന് എപ്പോഴും ഉണ്ട്. ഗവൺമെൻറ് ഇൻറ്റൻറ്റ് കുറവായല്ല, കാശുകൾ ചിലവാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്കൂൾ യൂണിഫോം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ സർക്കാർ ചിലവാക്കുന്നുണ്ട് അതിന്. പക്ഷേ അതിൻ്റെ ഗുണവും അടുത്ത ജനറേഷന് വരുന്നുണ്ടോ എന്നുള്ളൊരു നമുക്കൊരു സ്റ്റഡിയും നടത്തണം. കാരണം ഇത്ര വർഷങ്ങൾ സർക്കാർ ഒരു റിബേറ്റ് അവർ കൊടുത്തിട്ട് കൂടിയിട്ടില്ല, നെയ്ത്തുകാരെ കൂടിയിട്ടില്ല. അപ്പോൾ ആ പ്രൊജക്റ്റ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? സർക്കാർ ഒരു റിബേറ്റ്, കസ്റ്റമറിന് റിബേറ്റ് കൊടുക്കുന്നു, നെയ്ത്തുകാരന് കാശ് കൊടുക്കുന്നു, അതുകൊണ്ട് തൊഴിൽ മുന്നോട്ട് പോകുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ഇനി വരുന്ന സമയത്ത് ഇതിനുള്ളൊരു ഫെസിലിറ്റേഷൻ ആവശ്യമാണ്. നെയ്ത്തുകാർക്ക് ഏറ്റവും വലിയൊരു ആവശ്യമുള്ളത് ഡിഗ്നിറ്റി. ഇവർ നമ്മൾ ഏറ്റവും താഴ്ന്ന ജാതിയോ താഴ്ന്ന ആൾക്കാരോ താഴ്ന്ന പ്രൊഫഷനായിട്ട് നോക്കാൻ എന്ന കാരണം ഇത് വളർന്നിട്ടില്ല. ഈ നെയ്ത്തുകാർ ഇവരുടെ കുട്ടികളെ തൊഴിലേക്ക് കൊടുക്കുന്നില്ല. ചെയ്യുന്ന തൊഴിൽ ഏറ്റവും റെസ്പെക്ട്ഫുൾ ജോബാണ്. ഞങ്ങളൊരു ക്യാമ്പയിൻ ഞങ്ങൾക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ, എഞ്ചിനീയർ അവർക്ക് ഒരു ഫോർമലായിട്ടൊരു എഡ്യൂക്കേഷൻ ഇല്ല. പക്ഷേ ആ സ്കില്ല് ഫോർമൽ എഡ്യൂക്കേഷനിൽ കിട്ടുന്നുമില്ല. ഇന്നൊരു ഡിസൈൻ പഠിച്ച് വന്ന കുട്ടിക്ക് നെയ്ത്ത് റൂമിലിരുത്തി കഴിഞ്ഞാൽ അവർക്ക് നെയ്യാൻ അറിയില്ല, അവർക്ക് ഫാബ്രിക് ചെയ്യാൻ അറിയില്ല, അത് കട്ട് ചെയ്യാൻ ചിലപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. സോ ദാറ്റ് ഈസ് ദ ബേസിക് ലെസൺ വിച്ച് ഈസ് ബീൻ ലോസ്റ്റ്. സോ ഫസ്റ്റ് വി നീഡ് ടു ഗിവ് ദം ഈസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൻ്റെ ചുറ്റുപാടിനുള്ള കാര്യങ്ങൾ മാറ്റിയെടുക്കണം. കോട്ടൺ ഗ്രോ ചെയ്ത് കേരളത്തിൽ കോട്ടൺ ഉണ്ട്. കോട്ടൺ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരും. ഇന്ന് പല കാര്യങ്ങളാകുമ്പോൾ നേരത്തെ നടന്ന സമയത്ത് നെയ്ത്ത് എവിടേക്കായിരുന്നു അവിടെയൊക്കെ ഇക്കോസിസ്റ്റം ഉണ്ടായിരുന്നു. ഇക്കോസിസ്റ്റത്തിൽ പല നേരത്തും തൊഴിൽ കിട്ടും. പല നേരം ഒരു വില്ലേജ് എക്കണോമിയിൽ നന്നായി ജീവിച്ചു പോകുന്ന ഒരു കമ്മ്യൂണിറ്റി പ്രാക്ടീസ് ആയിരുന്നു വീവിങ്. വീവിങ് അല്ല എന്ത് ഹാൻഡ് സ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കൈകൊണ്ട് ചെയ്യുന്ന തൊഴിലുകൾ എപ്പോഴും അങ്ങനെയായിരുന്നു. അത് ജൂട്ടായാലും ലോയറായാലും കിട്ടുന്ന ഒരു തൊഴിൽ പരസ്പരം ചെയ്താലേ ഒരു പ്രൊഡക്റ്റായി വരുള്ളൂ എന്നുള്ളൊരു മെക്കാനിസം ആയിരുന്നു. അതിൽ നിന്ന് മാറി നമ്മളിപ്പോൾ ന്യൂക്ലിയർ ഇൻഡിവിജ്വൽ ജോബ്സ് ഒക്കെ നോക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. വീവിങ് എപ്പോഴും സിംഗുലർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. വീവിൻ്റെ പുറകെ നമുക്ക് പലപേരും വേണം. ഈ ഉള്ള ആൾക്കാർക്ക് അവർക്കായ ഒരു ജീവിക്കാനുള്ള ഒരു വരുമാനം കിട്ടണം. അവർക്ക് അതിന് സോഷ്യൽ ഡിഗ്നിറ്റി കിട്ടണം. നമുക്കൊരു റെസ്പെക്ട് വേണം. ഒരു ആർട്ടിസനെ ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ ആർട്ടിസനെ വിളിക്കുന്നുണ്ട്, ക്രാഫ്റ്റ്സ്മെന്നെ വിളിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കിട്ടുന്ന ഒരു സോഷ്യൽ റെസ്പെക്ട് വളരെ കുറവാണ്.
പ്രളയം കഴിഞ്ഞ് ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ എനിക്കൊരു വീട്ടിൽ കയറി ചെന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ, ആകെ ഒരു സ്ത്രീ പ്രളയം കഴിഞ്ഞ് ഒരു 5-ാം ദിവസം നെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ തരി മാത്രം നിങ്ങൾ നെയ്യുന്നുണ്ട്, ബാക്കി ഈ നാട്ടിലെല്ലാം ഉള്ള തരികൾ മൊത്തം 10-300 തരികൾ നശിച്ചു പോയ സമയത്ത് നിങ്ങൾ പറഞ്ഞ എൻ്റെ വെള്ളം കയറാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഭർത്താവ് മൊത്തം തരി ഡിസ്മാൻഡിൽ ചെയ്ത് മുകളിൽ കെട്ടിയിട്ടാണ് ഞങ്ങൾ ക്യാമ്പിൽ പോയത്. തിരിച്ചു വന്നപ്പോൾ ബാക്കി എല്ലാവരുടെയും തരികളൊക്കെ നശിച്ചു പോയി. ഞങ്ങളുടെ കെട്ടിയ കാരണം മുകളിൽ സേഫ് ആയിരുന്നു. അപ്പോൾ അവർക്ക് 2 ചോയ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ആ തറി എടുത്ത് വെള്ളത്തിലിട്ട് ബാക്കിയുള്ളവരെ പോലെ അവർക്കും ഇരുന്ന് കരയായിരുന്നു, അല്ലെങ്കിൽ തച്ച് തറി ഫിക്സ് ചെയ്ത്. സോ ഷീ ചോസ് ടു ഫിക്സ് എ റൂം. പ്രളയം കഴിഞ്ഞ 10-ാം ദിവസം ഷീ വാസ് ബാക്ക് ഓൺ ഹോം. ദി ഓൺലി ലേഡി വാസ് ബാക്ക്. It was a very inspiring story for me. So I immediately called a national newspaper and told her, this is a beautiful story of a woman who survived her room in the flood and she's leaving. അപ്പോൾ അടുത്ത ദിവസം പത്രത്തിൽ കൊച്ചി ടൈംസിൽ വലിയ ഫോട്ടോഗ്രാഫും അതൊക്കെ വന്നു. അത് കഴിഞ്ഞ് അവരുടെ വീട്ടിൽ പോയി ചെന്നപ്പോൾ അവിടെ കുട്ടികൾ, ഡോട്ടേഴ്സ്, 3 daughters, they were very upset with me. അമ്മയുടെ ഫോട്ടോ ഇങ്ങനെ പേപ്പറിൽ കൊടുത്തു, നിങ്ങൾ വന്ന് നെയ്ത്തുകാരാണെന്നൊക്കെ. വെരി ഇൻസൾട്ടിങ് ഫീലിംഗ് പോലെയാണ് കുട്ടികൾക്ക് തോന്നിയത്. അവരുടെ ഫ്രണ്ട്സൊക്കെ വാട്സാപ്പ് അയച്ചു കൊടുത്തു ഫോട്ടോഗ്രാഫ്. ഞാൻ പറഞ്ഞു, ഇതൊരു റെസ്പെക്റ്റിന് വേണ്ടി ചെയ്ത സംഭവമാണ്. That's when I understood that children don't attach importance or dignity to their mother's work, their father's work. നെയ്ത്ത് ആ ലെവലിൽ എത്തിയത്. Then I took effort and I felt very disturbed by the fact that if children of viewers don't celebrate what their parents are, there is a problem. As a society, we have not given them the dignity. I took the collector to their house. I took film actors to their house. I took Purnima Indrajit, I took Indrajit, all of them to their house, just to make the children believe that your parents are doing such respectful work that even these people can come to your house. അത്രയും അധ്വാനവും കഷ്ടപ്പെട്ടും ചെയ്യുന്നൊരു തൊഴിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ റെസ്പെക്ട് ആവശ്യമാണ്. അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് അച്ഛനമ്മ നെയ്ത്തുകാരാണോ ഇങ്ങനത്തെ തൊഴിലാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ജീവിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ സർക്കാർ വഴി ചെയ്യണതെന്ന് വെച്ചാൽ ഇവർക്ക് നല്ലൊരു ഫെസിലിറ്റീസ് കൊടുക്കുക, നെയ്യുന്ന സ്ഥലങ്ങൾ മാറണം, സ്റ്റുഡിയോ ആയിട്ട് മാറ്റണം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നുകിൽ ഒരു വിളിക്കുന്നത് ഐറോണിക്കലി ദേ കോൾ ഇറ്റ് ഫാക്ടറി. എല്ലാം വീവിംഗ് കോപ്പറേറ്റീവ്. കേരള ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്തും ഓർഗനൈസ്ഡ് സെക്ടറിൽ കേരളയാണ്. നെയ്ത്തുകാർ കുറഞ്ഞാലും 600 കോപ്പറേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഈ കോപ്പറേറ്റീവിൻ്റെ ഭാഗത്തായിട്ട് എല്ലാം കോപ്പറേറ്റീവ്സിന് അവരുടേതായ വർക്ക് ഷെഡ്സ് ഉണ്ട്. അവിടെയാണ് ഓൾമോസ്റ്റ് 40 to 45%, 50% വ്യൂവേഴ്സ് അവിടെ വന്ന് നെയ്യുന്നത്. അവിടെ ഈ നെയ്യുന്ന ഫെസിലിറ്റീസ് ട്രഡീഷണലി ഒരു പുരുഷന്മാർക്ക് ജോലി ചെയ്യുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് 96% ഇൻ ചേന്നമംഗലം ഇസ് വിമൻ വീവേഴ്സ്. ഇവർ നെയ്ത്തുകാരുടെ പ്രൊഫൈൽ മാറുമ്പോൾ അതിനായ ആവശ്യമുള്ള ഫെസിലിറ്റേഷൻ അത്യാവശ്യമാണ്. ഒരു ബേസിക് റെസ്റ്റ് റൂം തൊട്ട് ഒരു ടോയ്ലറ്റ് തൊട്ട് അവർക്ക് ആവശ്യമുള്ള ഒരു ഈവൻ എ സ്മോൾ ലിറ്റിൽ സ്പേസ് ടു ഹാവ് ലഞ്ച് ഫോർ ദ ഹാവിംഗ് ദ ഫുഡ്, ഇതൊന്നും സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിലാണ് മോസ്റ്റ് പ്ലേസസ്. ഇന്നത്തെ സമയത്ത് അതൊക്കെ മാറണം. ഇവർക്ക് ഒരു 25-year-old യങ്സ്റ്റർ കോൾ സെൻറ്ററിൽ പോകണോ, എയർപോർട്ടിൽ പോയി ഒരു ബേസിക് ജോബ് ചെയ്യണവർക്കും അതേപോലത്തെ ഒരു ഫീലിംഗ് ഇതിലും കിട്ടണം. ദേ ഷുഡ് ഗെറ്റ് എ മോർ സുപ്പീരിയർ ഫീലിംഗ്. ഒരു നെയ്യാൻ പോണ സ്ഥലത്ത് ഇത്ര സൗകര്യങ്ങളുണ്ട്, ഓർ ഇത്ര ഒരു ട്രഡീഷണലായി സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ഥലമാണെന്നുള്ളൊരു ഫസ്റ്റ് ഡിഗ്നിറ്റിയാണ് വേണ്ടത്. വരുമാനം കുറഞ്ഞാലും യങ്സ്റ്റേഴ്സോ ആരായാലും ജോലി എടുക്കാൻ താല്പര്യം കാണിക്കും. അവർക്ക് ആ ഡിഗ്നിറ്റി കിട്ടുക. നമ്മൾ ആ ഡിഗ്നിറ്റി എങ്ങനെ തിരിച്ചു കൊടുക്കും, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഹൗ കൻ ഗവൺമെൻറ് ക്രിയേറ്റ് സംതിങ്, സം മെഷേഴ്സ് ടു പ്രിസർവ് ദീസ് തിങ്സ്. മേ ബി ഹാൻഡ്ലൂം സെൻറ്റേഴ്സ്, ഇപ്പോൾ കൈത്തറി ഗ്രാമം അങ്ങനത്തെ പല പ്രൊജക്റ്റുകൾ ഇടുന്നുണ്ട്. പക്ഷേ ഈ പ്രൊജക്റ്റുകളുടെ പ്ലാൻ ലെവലായി നമ്മൾ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുമ്പോൾ 10-15 വർഷം പഴക്കമുള്ള പ്ലാൻസാണ് വരുന്നത്. അത് പല പെർസ്പെക്റ്റീവ് മാറിപ്പോകും. നമ്മളത് എന്തെങ്കിലും ടൂറിസം ഭാഗമായിട്ട് കാണുന്നു, അല്ലെങ്കിൽ വേറെ പല രീതിയിൽ നോക്കുമ്പോൾ എന്താ വെച്ചാൽ കോർ ഐഡിയ എന്ന് മാറിപ്പോകും. ടൂറിസത്തിലൊരു മ്യൂസിയമായിട്ട് കാണിക്കാൻ പറ്റും. സോ യു ഷുഡ് ഹാവ് ലൈവ് മ്യൂസിയംസ്. നെയ്യുന്ന സ്ഥലം ഇത്ര നല്ലതായിരിക്കണം, അതിൻ്റെ സ്പേഷ്യസ് ആയിരിക്കണം. അപ്പോൾ അത് ടൂറിസത്തിൻ്റെ ഭാഗമാണ്. അല്ലാണ്ട് വേറെ ഒരു തരികൾ 5 തരികൾ വെച്ച് നല്ലൊരു നെയ്യുന്നു അതൊരു മ്യൂസിയം ആക്കി കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ നെയ്യുന്ന സ്ഥലങ്ങൾ മാറ്റണം. അതിനുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. കൊണ്ടുപോകാൻ കൂടുതലും ഈ വീവിംഗ് സെൻറ്റേഴ്സ് എല്ലാം നെയ്യുന്ന സ്ഥലങ്ങൾ, പെർമനൻ്റ് ആയ സ്ഥലങ്ങൾ, മോഡേൺ ആയ ഒരു ഔട്ട്ലുക്ക് വെച്ച് ഇഷ്ടംപോലെ ആർക്കിടെക്ട്സും ഡിസൈൻ സ്കൂൾസും ഇന്ന് ഫ്രീ ആയി ഈ ചെയ്യാൻ റെഡിയായി മുന്നോട്ട് വരുന്നുണ്ട്. കോഴിക്കോടിൽ ആർക്കിടെക്ട്സ് ഓഫ് ഡിസൈനേഴ്സ് ഒരു ക്യാമ്പയിൻ നടത്തി വലിയൊരു കോപ്പറേറ്റീവിനെ റിവൈവ് ചെയ്യാനുണ്ട്. വീണു ഡാനിയൽ എന്ന് പറഞ്ഞ വലിയ സെലിബ്രേറ്റഡ് ആർക്കിടെക്ട് വില്ലിംഗ് ടു വർക്ക് വിത്ത് എക്സ്പെക്റ്റഡ് ഡിസൈൻ ഫോർ ചേന്നമംഗലം പ്രൊവിഷൻ. ഇതൊക്കെ സോഷ്യലി ഫണ്ടഡ് പ്രോജക്ട്സാണ് നമ്മൾ ചെയ്യുന്നത്. സർക്കാർക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഓൾമോസ്റ്റ് സ്കൂൾ യൂണിഫോമിന് എല്ലാം വർഷം 125 കോടിയാണ് അപ്രോക്സിമേറ്റ്ലി ചിലവാക്കുന്നത്. 85 crores തൊട്ട് തുടങ്ങിയത്
ഇന്നൊരു അപ്രോക്സിമേറ്റ്ലി എല്ലാം വർഷം സർക്കാർ 125 കോടി വരെ വേജസും മെറ്റീരിയലുമായിട്ട് ചിലവാക്കുന്നുണ്ട് ഫ്രീ ആയി സ്കൂൾ കുട്ടികൾക്ക് എത്തിക്കാൻ വേണ്ടി. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഒരു 10 കോടി വെച്ച് എല്ലാം സെൻറ്ററിന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫെസിലിറ്റേഷൻ എത്രയോ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് ഒരു വർഷത്തിനല്ല, അത് ഇനി വരുന്ന ഒരു 10 വർഷമോ 15 വർഷത്തിനുള്ള ഒരു ഫെസിലിറ്റേഷൻ ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. അതിനുള്ള ഇവർക്ക് ഇൻ്റർനെറ്റ് സാവി ആക്കണം. ഇത് നെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഇൻ്റർനെറ്റ് വഴി ട്രേസ് ചെയ്യാൻ പറ്റും. ഇവർക്ക് ഡയറക്റ്റായി വിൽപ്പന ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അത് പഠിപ്പിക്കണം. ഇവരുടെ കുട്ടികൾക്കും ഈ തൊഴിലേക്ക് തിരിച്ചു വരാം. നെയ്തില്ലെങ്കിലും ഈ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ അറിയും. അവർ വീട്ടിലൊരു അമ്മ നെയ്യുമ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ അതിനാൽ കൂടുതൽ സ്നേഹവും അറിവും ഉണ്ടാവും അവർക്ക്. അപ്പോൾ അവർക്ക് ടെക്നോളജി വഴി നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് മാർക്കറ്റ് ചെയ്യാം, നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് അറിയുന്ന പല നെയ്ത്തുകാരുണ്ട് ബലറാംപുരത്തൊക്കെ, 3rd ജനറേഷൻ 4th ജനറേഷനിലാണ്. ഇപ്പോൾ കുട്ടികൾ നെയ്യുന്നില്ല, പക്ഷേ അവരുടെ അച്ഛനമ്മയുടെ ആ ഒരു സെറ്റപ്പ് നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 10-40 നെയ്ത്തുകാർ വീട്ടിൽ വെച്ച് പ്രൈവറ്റായിട്ട് അവർ എസ്റ്റാബ്ലിഷ്മെൻറ്റും പ്രോഫിറ്റബിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മോഡൽ ഈസ് അവൈലബിൾ. വി നീഡ് ടു ലുക്ക് അറ്റ് ഇറ്റ് പ്രോഗ്രസീവ്ലി ആൻഡ് സീ വേർ ദ മാർക്കറ്റ് ലൈസ്. വെറും ഓഫ് വൈറ്റ് കസവും അതിൻ്റെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റേഷൻ ഉണ്ട്, അത് ആവശ്യമാണ്. പക്ഷെ അതേ സമയത്ത് നമുക്ക് പുതിയ രീതികൾ കണ്ടെടുക്കണം. ഗ്ലോബൽ മാർക്കറ്റിലോ എക്സ്പോർട്ട് മാർക്കറ്റിലോ വിൽപ്പന ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗുഡ്സ്. ഒരു തോർത്ത് എനിക്ക് ഇന്നിപ്പോൾ പലവരും ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ തോർത്തിൻ്റെ വില നമുക്കുണ്ട്, പക്ഷെ നമ്മളതിനൊരു 100, 125, 150, 200 രൂപ കൊടുക്കും. പവർലൂമിൽ 10-25 രൂപയ്ക്ക് കിട്ടുന്ന സാധനം. പക്ഷെ അതേ സമയത്ത് അതൊരു നല്ല ക്വാളിറ്റിയും അതിൻ്റെ ഡയമെൻഷൻസും മാറ്റിയെടുത്തു കഴിഞ്ഞാൽ എക്സ്പോർട്ട് മാർക്കറ്റിൽ കേരളത്തിന് തോർത്ത് സെല്ലിംഗ് ഫോർ എനിവേ ബിറ്റ്വീൻ $10-15 അപ്വേർഡ്സ്. $150 വരെ കേരള തോർത്തിൻ്റെ ടാൾ സൈസ്, വലിയ ടാൾ സൈസ് വിൽക്കുന്നത് എനിക്കറിയാം. ന്യൂയോർക്കിൽ വലിയൊരു ബ്രാൻഡ് ഉണ്ട്. They sell it for $150. That is approximately 10,000 to 12,000 for a simple torch. We give only 200-300 rupees for it. Even if I make the size bigger, ഇവിടെ 1500-1000 രൂപ വരെ ചിലവാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമുക്കത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അത്രയും അധികം വരുമാനം കിട്ടും. സോ the viewers will benefit ultimately. അവർക്ക് ബെനിഫിറ്റ് അവർക്ക് എത്തും. ആ വഴി പ്രൊഡക്റ്റ് ഇന്നോവേഷൻ ആവശ്യമാണ്. അതിനുള്ള സൗകര്യങ്ങൾ ഇത്രയും കൈകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൈകൊണ്ട് തന്നെ ചെയ്യണം. പലവരും ഇന്ന് വന്ന് ഷോർട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഞാൻ ഏത് സമയത്തും പോകുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിലും പല കാര്യങ്ങൾ വരുന്നുണ്ട്. ചെറുതായി ഓട്ടോമൈസ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് നെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ചെയ്യുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി മാറ്റണം. ഇപ്പോൾ ജക്കാർഡ് ലൂമിനെ പോലെ സെറ്റപ്പ് ചെറുതായിട്ട് ഗവൺമെൻറ് ഐ ഡി കൊടുത്തിട്ടുണ്ട്. ലേബർ കുറയ്ക്കാൻ വേണ്ടി ആൾക്കാർ ഇല്ല. നേരത്തെ സമയത്ത് ഒരു നെയ്യുന്ന ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാവരും നെയ്യുന്ന ആളെ സപ്പോർട്ട് ചെയ്യും. കുട്ടികളായാലും ഇപ്പോൾ ചൈൽഡ് ലേബർ വന്നപ്പോൾ കുട്ടികളതിൻ്റെ പുറത്തായി. അല്ലെങ്കിൽ കുട്ടികളും ഭാര്യയും വീട്ടിലുള്ള അമ്മയും അച്ഛനും ആരാഴ്ച അവർ സപ്പോർട്ട് ചെയ്തിട്ട് 4-5 പേര് കൂടിയിട്ടാണ് അവർ ലൂം നടത്തിക്കൊണ്ടുപോയത് ഉണ്ടായിരുന്നത്. അതൊക്കെ പോയി ഇപ്പോൾ സിംഗുലറായി. പുരുഷന്മാർ പുറത്ത് പോയി 5 ദിവസം ജോലി ചെയ്ത് അവർക്ക് മുഴുവൻ മാസത്തെ വരുമാനം കിട്ടും. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ വി സി എ ഗ്രേറ്റ് ഫ്യൂച്ചർ ഇൻ ഹാൻഡ്മെയ്ഡ്. വി സി എ ഗ്രേറ്റ് ഫ്യൂച്ചർ ഇൻ വാട്ട് വി ക്യാൻ മേക്ക് ഇൻ കേരള. ആൻഡ് സിമ്പിൾ ടെക്സ്റ്റൈൽ ഇസ് ദ ഗ്രേറ്റസ്റ്റ് എക്സാമ്പിൾ. ഇതിൽ വാട്ട് വി ആർ സെല്ലിംഗ് ത്രൂ കളേഴ്സ് ഓഫ് റെസിലിയൻസ്, ദ പ്രൈസിംഗ് സ്റ്റാർട്ട്സ് ഫ്രം 3,000-4,000 rupees and goes up to 50,000. സെയിം ഫാബ്രിക്, സെയിം ടെക്സ്റ്റൈൽ ഗാർമെൻറ്റ് ഒരു ഡിസൈനർ മാറ്റുമ്പോൾ 4,000 രൂപയിലും പോകുന്നുണ്ട്, 40,000 രൂപയിലും പോകുന്നുണ്ട്. സോ മാർക്കറ്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ വെരി സക്സസ്ഫുൾ എക്സിബിഷൻ. വി ഹാവ് കണ്ടിന്യൂഡ് ഇറ്റ് ഫോർ ലോങ് ആൻഡ് വി ഇന്റെൻഡ് ടു കണ്ടിന്യൂ ദിസ് ആസ് എ കൈൻഡ് ഓഫ് ഷോ വിൻഡോ. ഇത് നെയ്ത്തുകാർക്ക് വേണ്ടിയും ഉള്ള ഒരു എക്സിബിഷനാണ്. ആ തൊഴിലുള്ള ആൾക്കാർക്കും കാണിക്കാൻ വേണ്ടി പല സമയത്ത് ഞാൻ അവരുടെ തൊഴിലും ഇവിടെ കാണിക്കും. അവർ ചെയ്യുന്ന ഒരു സാധനത്തിന് അവർക്ക് വില കിട്ടണം. അവരുടെ മനസ്സിലൊരു ഇഫ് നോട്ട് മോണിറ്ററിലി ദേ ഷുഡ് സൈക്കോളജിക്കലി ഫീൽ ഇതൊരു തോർത്തുമുണ്ട് അല്ലെങ്കിൽ ഒരു ഗാർമെൻറ്റായി. ഇത് ഇട്ട് ധരിക്കുന്നത് ഒരു ന്യൂയോർക്കിലാണ്. ഐ ജസ്റ്റ് ഷോ യു ഫൈനാൻഷ്യൽ ടൈംസിൽ കഴിഞ്ഞ മാസം നമ്മളുടെ കാവ്യമുണ്ട് ഒരു ഫാഷൻ ഫീച്ചറിൽ ഫീച്ചർ ചെയ്യും. കേരളത്തിൽ കാവ്യമുണ്ട് എടുക്കുന്നത് ആരോ എടുക്കുന്നത്? ഈ റെഗുലർ ലേബർ ജോബ്സോ അല്ലെങ്കിൽ വീട്ടിലങ്ങനെ ധരിച്ച് നമ്മൾ ഒരു ഫാഷനായിട്ട് അത് ധരിക്കുന്നില്ല. പക്ഷെ ലണ്ടനിലെ ഒരു ഫൈനാൻഷ്യൽ ടൈം ഷൂട്ട് ചെയ്തപ്പോൾ അവർക്ക് എന്തൊരു പുതിയ സ്റ്റൈലും ഫാഷനും കണ്ടത്. നമുക്ക് വിലയില്ല. അപ്പോൾ ആ വിലയിലേക്ക് കിട്ടാൻ വേണ്ടി people who have value and respect for ourselves, sell it to them. We should not be emotional about the fact that handmade is for everybody. Handmade is for people who appreciate things better, who have the ability to buy it. And we should not shy away from selling it.
This is by one of India's finest designers today. He's a global brand. His name is Rahul Mishra. Rahul Mishra 2006 LID graduation ചെയ്ത പ്രൊജക്റ്റാണ്. കേരളത്തിൽ വന്ന 6 മാസം മാസ്റ്റർ ഗോപിനാഥൻ പത്മശ്രീ കിട്ടിയ തിരുവനന്തപുരത്ത് പുള്ളിയുടെ കീഴിൽ ഒരു പ്രൊജക്ട് ചെയ്തിട്ട് കേരള ഗവൺമെൻറ്റിന് ഒരു ഫോറിനറിനെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റും, കേരളത്തിൽ വരുമ്പോൾ അവരെ എന്ത് കേരളമായിട്ട് ധരിക്കാൻ പറ്റുന്നു എന്നിട്ടൊരു പ്രൊജക്ട് ചെയ്തിരുന്നു. 10 ഗവൺമെൻറ് ഉണ്ടായിരുന്നു, വിച്ച് വാസ് റിവേഴ്സിബിൾ. ആൻഡ് ദാറ്റ് ഗ്രാജുവേഷൻ പ്രൊജക്ട് വാട്ട് ഹിം ടു ഡു ലാക്മേ ഫാഷൻ വീക്ക്. അതിൽ നിന്ന് അവനെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു സ്കോളർഷിപ്പ് കിട്ടി. ഇറ്റ് വാസ് സിമ്പിൾ കേരള ഗവൺമെൻറ്. ടുഡേ ഹി ഈസ് India's finest designer who celebrated in the world. And we got him to make these Kerala collections back again. Only for the he is more into bridal and more intricate garments. But this is the simple thing, which is actually, if you look at it, even double mundin karayana fabric on. Other venture garment chiyumbo, Kerala fabric is always sheer. So to avoid the wearing of a slip inside or a garment inside, he's created a layered garments. So something like this now. Somebody in Kerala, today's generation can wear it. This comes with the pants, pants and full set up. So, this is the generation we wear it. There's no occasion when you can wear it daily as stylish. You can wear it to work. You can wear it anywhere. You can wear it to a party or whatever you wish to wear it for. The occasions changes. You can wear it. Right? Appo, ഉപയോഗം ഇതിൻ്റെയും പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ഒരു വഴി ഇതെന്ന് വെച്ചാൽ ഇത് ഗാർമെൻറ്റ്സായി മാറ്റുമ്പോൾ നമുക്ക് യൂട്ടിലൈസേഷൻ കൂടി, വാല്യൂ കൂടി. ഇത് വെറും ഒരു ഡബിൾ മുണ്ടായിട്ട് വിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു 800 രൂപ, 1000 രൂപ, 1200, 1400 രൂപയിലാണ് ഒരു ഡബിൾ മുണ്ട് നല്ല ക്വാളിറ്റി പോകുന്നത്. പക്ഷേ ഇതൊരു ഗാർമെൻറ്റായി മാറുമ്പോൾ ദിസ് ഗാർമെൻറ്റ് ഇറ്റ് സെൽഫ് വിൽ ഫെച്ച് അബൌട്ട് 15,000. സോ റണ്ണിങ് ഫാബ്രിക്സിൽ വി കൻ ഇൻക്രീസ് ദ വാല്യൂ. കാരണം മുണ്ടെന്നായിട്ട് നെയ്യണ്ട, ഫാബ്രിക് ആയിട്ട് നെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈൻ ഉപയോഗം വേറെ പലതും കൂട്ടാൻ പറ്റും നമുക്ക്. ഇതും കളക്ഷൻ്റെ ഭാഗമാണ്. ഇതിലും ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കറ കാണും. ഇത് ഡൈ ചെയ്തതാണ്, നാച്ചുറൽ ഡൈ ചെയ്തതാണ്, ഇൻഡിഗോ ഡൈ ചെയ്തതാണ്. സോ യു സീ ദ കറ ഓഫ് ദ ടോപ്പ്. കളേഴ്സ് ഓഫ് റെസിലിയൻസിൻ്റെ ഭാഗമായ ഗാർമെന്റ്സ്. സോ ദിസ് ഓൾസോ ഇസ് ബേസിക്കലി കോറാമുണ്ട്. The designer has chosen to do clamp dyeing on it. What we have done is, even these are again a fine piece of garment. Hand embroidery. The Pondicherry Naushad Gida brand on. Your shirt. This entire thing takes about 8 days to embroider. Embroidery മാത്രം. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഇതും ബാക്ക്ഗ്രൗണ്ടും ഇതിൻ്റെ ലുക്കും ഫീലും മാറി. സോ ദിസ് സെൽസ് ഫോർ അബൌട്ട് 29,000 ബിക്കോസ് ദി എംബ്രോയിഡറിയിൽ നിന്ന് ഓൾമോസ്റ്റ് 10,000-15,000 റുപ്പീസിൻ്റെ ചിലവ് എംബ്രോയിഡറിയിൽ വരും. സോ വി ക്യാൻ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ് ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് എ ലാർജസ്റ്റ് സെല്ലിംഗ് പീസസ്. ഇറ്റ് ഡസ് വെരി വെൽ. So same designers work with khadi or handloom, and these are all different products done with different designers who are part of the store. Adivara jewelry the kumlo. These are done very interestingly. The conventional jewelry alla. This is wood. This is metal. Or brass. Handmade in it. Kurdulum handmade in it. Wherever machine is used in it, it's not used. But these are unique products which comes from India. And this is a tribute which we did for Binale. ഒരു ടൂറിസ്റ്റ് ബിനാലെ കാണാൻ വരുമ്പോൾ എന്താണ് കേരളത്തിൻ്റെ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുക. ബിനാലെ കളേഴ്സ് ഉപയോഗിച്ച് സ്റ്റോൾസ്, യു ക്യാൻ വെയർ ദ ഷോൾ ഓർ ദുപ്പട്ട. തോർത്തിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ വി ക്യാൻ ചേഞ്ച് ദി ഫീൽ ഓഫ് ദ തോർത്ത്. ദീസ് ആർ ഫേസ് ടാൾസ്. വി മേഡ് ഫ്യൂ ആക്സസറീസ്, ഹെയർ ബൺസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഇതൊക്കെ ഒരു ഹാൻഡ്ലൂം ഫാബ്രിക്കാണ്. ഒരു ഫാബ്രിക്കായിട്ട് ചെയ്യുമ്പോൾ ഇത് സെൽസ് ഓവർ 200 rupees. അപ്പോൾ ഇത് കൈകൊണ്ട് ഉണ്ടാക്കുന്നതും ഈ തുണിക്കും ഇത്ര ഒരു പീസിന് വാല്യൂ കിട്ടും. സോ ഇൻക്രീസ് ദി എബിലിറ്റി ഓഫ് ഇറ്റ്. ഇല്ല, ആ കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാക്കാം. അതുപോലത്തെ അപ്പോൾ ഒരു കസ്റ്റമറിന് ഹാൻഡ്ലൂം ഉപയോഗിക്കാനുള്ള വഴി നമ്മൾ പുതിയതായിട്ട് കണ്ടെടുക്കാം. ഇപ്പോൾ ഒരു ഡ്രസ്സ് മേടിച്ചില്ല, സാരി മേടിച്ചില്ല, സാരില്ല, ബട്ട് യു ബൈ ദിസ് ഓൾസോ കൺസ്യൂമിങ് ഹാൻഡ്ലൂം. സോ ദാറ്റ് ഐഡിയ ഗോസ് ഫാർ.
And what we have done in the store is, if you look at this wood, ഇതൊക്കെ പഴയ തരികൾ പ്രളയത്തിൽ നശിച്ചുപോയ തരികളുടെ ഭാഗമാണ്. These are frames of the loom which we have oxided. So you know this building is about few hundred years old. So when we wanted to restore it, I didn't want to bring any fresh wood and something very new into it. So what you see in the entire store is upcycled wood from destroyed or damaged looms, which we retrieved and finished it. അതെ അതെ ഇപ്പൊ ഈ ഒരു ഷട്ടിൽ പ്രളയ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയതാണ്. We just restored it and made it a memento of it. 2018 ചെയ്തതാണ്. So we just still have few pieces left. ഇങ്ങനെ ഒരു 10,000 പീസ് നശിച്ച് കിടന്നിരുന്നു പ്രളയ സമയത്ത്. We just took it, polished it. അപ്പോൾ ആൾക്കാർ ഒരു ഓർമ്മയ്ക്കായിട്ട് കൊണ്ടുപോകും. You make an incense stand or whatever, pen stand ആയിട്ട് വെക്കാം. അത് ഒരു കീപ് സേക്ക്. വേസ്റ്റിനെ നമ്മളൊരു പുതിയ ഇതായിട്ട് നോക്കുന്നുണ്ട്. How do you bring value to it? ഇതൊക്കെ ഹാൻഡ്ലൂമിന്റെ ഫ്രെയിംസ് ആണ്. ഈ വർഷത്തെ കാർപ്പറ്റ് ബ്രാൻഡാണ് നെയ്ത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഈ സ്റ്റോക്ക് ദം ഹിയർ ചേർത്തലാണ്. This is the small men's section. ഇതൊരു തടിയുടെ ഫ്രെയിമാണ്. So this is also a brand called Pakra. This is Fort Kochi's designer based on. So he does this product which he largely sells in Canada and UK and all. So it's natural dye. Indigo dye cheyunna oru brand aanu. He does this hand painting on it. So there is a good amount of work which is again different process of hand. So he paints and prints. This is a hand spun, hand woven cropping t-shirt. So this is also a very interesting process of spinning it and then knitting it out like a t-shirt. This is a brand from Gujarat. There's a boy called Anas Sheikh. He works in Ajrak printing. For Kachilla, he sits and works and creates this brand. Where the Ajrak printers in our Vaigita Samet, our Viti Pomba, a factory, he uses this and does this modern garments. There is never something which is our tagline. Show me the bag. So what we say is tradition can never get old. നമ്മളെല്ലാം നേരത്തെ ആദ്യക്ക് വേണ്ടി ഖത്തർ എന്ന് പറഞ്ഞാൽ വാല്യൂ ഇല്ലാണ്ടത് പോളിറ്റീഷ്യൻസിൽ നിന്നൊരു വസ്ത്രമായിട്ടാണ് നമ്മളെപ്പോഴും കണ്ടിരുന്നത്. അന്നാളും പ്യുവറായ ഫാബ്രിക് ഉണ്ടാക്കുന്ന ഒരു സോഴ്സ് ലോകത്തിലില്ല. കൂടുതലും ഏഷ്യയിലും ഇന്ത്യയിലാണ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലായിട്ട്. So this is what we say, nothing is newer than tradition. So when you say tradition is dying, it's not. Tradition will find its way.
It doesn't need us to protect it or anything. അതിനുള്ള വഴി കണ്ടെടുക്കും. പക്ഷേ നമുക്ക് ഇരിക്കുന്ന സമയത്ത് സെലിബ്രേഷൻ ചെയ്യണം. How can we celebrate anything which is done by hand? It is extremely important. ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ്. Nothing is newer than tradition. Simple. So. പല വാക്കുകളും ട്രഡീഷൻ, നോസ്റ്റാൾജിയ അതൊക്കെ നോക്കുമ്പോൾ നമ്മളൊരു നശിച്ചുപോയ ഒരു ഇല്ലാത്ത സമയത്ത് സെഞ്ചുറി റോൾസ് ആണെന്നാണ് നമ്മളെപ്പോഴും നോക്കുന്നത്. പക്ഷെ ട്രഡീഷൻ, ആ വാല്യൂ സിസ്റ്റം, ആ കൾച്ചറോ സയൻസ് വെച്ചിട്ടാണ് നമ്മൾ പുരോഗമിച്ചിരിക്കുന്നത്. And that is something which today machines are still can't do and will never be able to do. If you see this flooring, it's one single lock from here till there. ഇന്നത്തെ സമയത്ത് നമ്മൾ അങ്ങനത്തെ ഒരു ഫ്ലോറിങ്ങോ ചെയ്യണമെങ്കിൽ തെറ്റോ 300 വർഷം പഴക്കമായി ഈ ഒരു ബ്ലോക്ക് പീസ് കണ്ടു കഴിഞ്ഞാൽ 35 അടി ഒരു സിംഗിൾ പീസാണ്. ഇതൊക്കെ ഇതുപോലത്തെ കുറേ കെട്ടിടങ്ങളിലെ ആൾക്കാർ പൊളിച്ചളഞ്ഞു. സോ വി നെവർ സെലിബ്രേറ്റഡ് ദീസ് തിങ്സ്. ഇതൊക്കെ അന്ന് സമയം പേഷ്യൻസും ടൈമിലൊക്കെ സിംഗിൾ പീസ് ലോക്സ്. ഇതിന് അത്രയും വർഷങ്ങൾ നിലനിർത്താൻ പറ്റുമെങ്കിൽ ഇന്നത്തെ കൺസ്ട്രക്ഷനിൽ അത് ആ ഒരു സിസ്റ്റമോ വാല്യൂ ഇല്ല. നമ്മൾ സയൻസിൻ്റെ അഡ്വാൻസിൻ്റെ ടെക്നോളജിയും എല്ലാം ഉണ്ട്. But we are still unable to figure out how do you create things with a lasting value. These doors are made of teak and it's lasted that many years. And it's only matter about the leather painting and paint achieved for it. Paint against the restore chain. But these are things which you don't find anymore. Adinal preserve chain, it becomes our responsibility to give to the next generation. Sustainability in the marine law. India is one of the countries which had sustainable practices for thousands of years. ഇന്ന് വെസ്റ്റ് പെട്ടെന്നൊരു സാധനം കൊടുത്ത് നമ്മളെല്ലാവർക്കും എല്ലാം കാലം നോക്കുമ്പോൾ എത്തിക്കലാണ്, സസ്റ്റൈനബിൾ ആണ് എന്ന് പറയും. എല്ലാം ലേബിൾ സസ്റ്റൈനബിൾ ആണ്. പക്ഷേ ഇന്ത്യൻ ലൈഫ്, ഇന്ത്യൻ വേ ഓഫ് ലിവിങ് വാസ് ഓൾവേസ് സസ്റ്റൈനബിൾ. ഒരു വാഴയുടെ നമ്മൾ എന്താ വേസ്റ്റ് ചെയ്യുന്നത്? ഉപയോഗിക്കാൻ പറ്റുന്ന എന്തും നമ്മൾ അതിന് ഉപയോഗിക്കുന്നുണ്ട്. പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നൂല് വരെ ഉണ്ടാക്കുന്നുണ്ട്, സിൽക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഹാസ് മൾട്ടിപ്പിൾ യൂസേജസ്, റൈറ്റ്? Destroying it does not cause any harm to the planet. That is the way of life we have. തേങ്ങയുടെ എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കാറ്? ഇന്ന് അതുകൊണ്ട് ലെതർ ഉണ്ടാക്കുന്നുണ്ട്. I'll show it to you. There is a girl I was reading yesterday about. She started a brand called തേങ്ങ. അപ്പോൾ തേങ്ങയുടെ ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പുതിയ രീതിയിൽ കമേഴ്ഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. She is having a sale turnover of 1 crore plus പാലക്കാട്. കോർപ്പറേറ്റ് ജോലി വിട്ട് പുതിയതായിട്ട് തുടങ്ങിയ ബ്രാൻഡാണ്. ഓൺ വേസ്റ്റ് ആണ്. Technically from a waste she is converting products which is fetching her value. ഈ ഓയിൽ കമ്പനീസും എല്ലാം തേങ്ങയുടെ എടുത്തു കഴിഞ്ഞിട്ട് ആ ചിരട്ട കളയുന്നതാണ്. ചിരട്ട വെച്ച് പുതിയ രീതിയിൽ ഷീ മേഡ് എ ഫുൾ കുക്കിംഗ് യൂട്ടൻസിൽ തിങ്. അവരിപ്പം ഒരു സ്കാൻഡിനേവിയൻ കൺട്രീസിൽ 40,000 പീസിൻ്റെ ഓർഡറാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് വിലയില്ലാത്ത സാധനങ്ങളാണ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് കോസിങ് ഹാം. ഇതിൽ പൊട്ടിപ്പോയാൽ ഡിസ്ട്രോയ് കഴിഞ്ഞാൽ പുട്ട് ഇറ്റ് ഇൻ ടു ദ സോയിൽ, ഇറ്റ് ബിക്കംസ് ബാക്ക്. സോ ഇന്ത്യ ആസ് എ കൺട്രി ഹാസ് enormous history of sustainable living. Whatever it is, we end up using till the last month. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിന് വെസ്റ്റേൺ കൾച്ചർ കഴിഞ്ഞ ഒരു 10-40 വർഷത്തായിട്ട് യൂസ്, ഡിസ്പോസ്, ഡിസ്കാർഡ്. ബിക്കോസ് ഇതിന്ന് ഫാഷനിലാണ്, നാളെ ഫാഷനിൽ ഇല്ല എന്ന് പറഞ്ഞൊരു കൾച്ചറിലേക്ക് നമ്മളെ പുഷ് ചെയ്തതാണ്. അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് ഇന്ന് അവർക്ക് തിരിച്ച് മനസ്സിലായി തുടങ്ങിയ സമയത്ത് ദേ ആർ വാണ്ടിങ് us to become sustainable. But we as a country always had it. നമ്മൾ എന്തും ചെയ്യുമ്പോൾ നമ്മളുടെ പ്രാക്ടീസ് അത് ലാസ്റ്റിംഗ്. You buy a shirt, you don't want to throw it up for 2 months because it's not fashionable. അങ്ങനത്തെ കൾച്ചറിലെല്ലാം നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ജനിച്ചു വളർന്നില്ല. അത് പ്രിസർവ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഈസി ഫോർ us. But we should start, our youngsters should start looking back at it more than value to Zara's and H&M. We still have value in how we used to consume clothing. Which is called heart to heart. Heart to heart. Heart to heart. Heart is കയ്യും. ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ what do you call it? അല്ല, ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ ഹാത്ത് ആവും, ബട്ട് ഓൾസോ എ ട്രേഡിംഗ് പ്ലേസ്. So these are all done by multiple people with all waste fabric in the factory. അവർ ഡ്രസ്സ് ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കിയുള്ള പീസസ് വെച്ചിട്ടാണ് ഈ മാറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദിസ് മാറ്റ് ഇസ് ഡൺ ബൈ എൻറ്റയർലി ബൈ ഹാൻഡ്. ബട്ട് ദീസ് ആർ 5-6 പാച്ചസ് ഓഫ് ഫാബ്രിക്. ഈ ഫാബ്രിക് അല്ലെങ്കിൽ നമ്മളത് കളയും, കത്തിച്ച് കളയും, എന്തെങ്കിലും ചെയ്യും. ബട്ട് ബിക്കോസ് ഇറ്റ്സ്
so much of work done by hand, one tends to look at it differently. So these coasters, the pouch, with a upcycled value addition. This bag. This is a very interesting product. This is a Kannur community, a tribal community, Toda community. പക്ഷേ 500 ആൾക്കാരുടെ താഴെയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അവിടെ ചെയ്യുന്ന ഈ ഹാൻഡ് വോവനിലുള്ള ഒരു ടെക്നിക്കാണ് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. The art form, see, it's kind of an embroidery form which is done by the tribals. Nilgiris'le ഇതിന് GI tagging കിട്ടിയിട്ടുണ്ട്. So it's a very exclusive product of what they weave. You see the feel and touch and feel. तुम जाने लिया भयങ്കര ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. This is a project again we are celebrating with then these are done in Bengal. ഈ നൂലിനൊക്കെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നൂൽ- ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നുന്നു. കളർ തോന്നുന്നുണ്ട്. Colors to say, Allam Salte, India is one country where India has a speciality in the Anchal. We are so diverse that every 50-100 kilometers from Kanyakumari to Kashmir, from Gujarat to the northeastern part, you go anywhere in India, every 50-100 kilometers, things are very dynamically adapting and changing. Language, same Malayalam, കേരളത്തിലെ 500 രീതിയിലാണ് പല സ്ഥലത്തും സംസാരിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള മലയാളമല്ല, കൊച്ചിയിലുള്ളതല്ല ഫോർട്ട് കൊച്ചി. മലയാളം എന്ന ബേസ്, പക്ഷേ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ രീതി ഓർ ദ ലാംഗ്വേജസ് ഓർ ദ വേർഡ്സ് കീപ് ചേഞ്ചിങ്. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് എൻ ഇക്കോസിസ്റ്റം. സെക്കൻഡ് ഇസ് ക്ലോതിങ് ആൻഡ് ഫുഡ്. All three things change in India consistently. You look at anywhere. എല്ലാ ഭാഗത്തിൽ പോകുമ്പോൾ 100 കിലോമീറ്റർ കഴിഞ്ഞാൽ സെയിം സാധനം ചെയ്യുന്ന സാധനം ഇപ്പോൾ വീവിങ് ഹാൻഡ് വീവിങ് ചെയ്യുന്നുണ്ട്. 90 ഭാഗത്ത് പോകുമ്പോൾ അവിടുത്തെ ട്രൈബൽസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. ഈ മോട്ടീവ്സ് അവരുടെ ലോക്കൽ ഇൻസ്പിറേഷൻസ്. കളർ വരുന്നത് അവിടെ നാച്ചുറൽ സറൗണ്ടിങ്സ് ഉണ്ടായിരുന്നതിലാണ് വരുന്നത്. അതിന് വേണ്ടി അവർ ഒരു കളർ ഇമ്പോർട്ട് ചെയ്യുന്നു, പല സ്ഥലത്തുനിന്ന് ഡൽഹിയിൽ നിന്ന് കളർ കൊടുത്തിട്ടെല്ലാം ചെയ്യുന്നു. അവിടെ ആ സ്ഥലത്തിൽ കിട്ടുന്ന സാധനം വെച്ചിട്ടാണ് എന്തും ചെയ്യുന്നത്. ക്രാഫ്റ്റ് ഡെവലപ്പ് ആയത് അങ്ങനെ. അതിനാണ് യുണീക്നെസ്. അതിനാണ് ഒരു GI ടാഗിന് ഗവൺമെൻറ് വഴി പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. ജനമംഗലത്തിൽ നെയ്ത കാവ്യമുണ്ടിന് മാത്രമേ GI ടാഗുള്ളൂ. ആ കാവ്യമുണ്ട് കണ്ണൂരിലോ ബലറാംപൂരത്തോ നെയ്യാൻ പറ്റില്ല. ആ പ്രൊട്ടക്ഷൻ സർക്കാർ വഴി കൊടുത്തിട്ടുണ്ട്. ആ ടെക്നിക്ക് സ്പെഷ്യലാണ്. അപ്പോൾ അതേപോലെ തന്നെ കാസർഗോഡിൽ ചെയ്യുന്ന സാരികൾ അതൊരു ടെക്നിക്ക് അവിടുത്തെയാണ്. അവിടുത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത് സെഞ്ചുറി ഡൂയിങ് അവർ ഐഡൻറ്റിറ്റി ആയിട്ട് മാറ്റാൻ വേണ്ടി ഇവിടെ തരുന്നത് GI ടാഗ്സ് ആണ്. പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം ലോക്കൽ ഇൻഫ്ലുവൻസസ് എപ്പോഴും കാണും. കാഞ്ചീപുരം പോകുമ്പോൾ അവിടുത്തെ പരസ്പര അടുത്ത ചുറ്റുപാടുള്ള അമ്പലങ്ങളിലുള്ള മോട്ടീവ്സാണ് സാരികളിൽ കാണുന്നത്. കേരളത്തിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന കൂടുതലും മോട്ടീവ് ലെസ് വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് നമ്മളുടെ എപ്പോഴും ഓഫ് വൈറ്റും ഗോൾഡും ബോർഡറിലാണ് നമ്മളെപ്പോഴും. കേരളത്തിലെ ടെക്സ്റ്റൈൽ മാത്രം എപ്പോഴും സിമ്പിളായി നമ്മൾ കാണുന്നത്. പക്ഷെ കേരളത്തിന് മുന്നോട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ എല്ലാ രാജ്യങ്ങളിലും സർഫേസ് വർക്ക് ചെയ്യും. അവർ ടെക്സ്റ്റൈലിൻ്റെ മുകളിൽ പല കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ ഇത് ഗുജറാത്തിൽ ചെയ്ത മാതിരി. അപ്പോൾ ഈ ഒരു ഫാബ്രിക് നെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ചെറുതായി കെട്ടും. ആ കെട്ടിയിട്ട് ഡിസൈനിലോ എങ്ങനെ ചെയ്തിട്ട് പിന്നെ ഡൈ ചെയ്യും. ഡൈ ചെയ്തിട്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ കെട്ടിയ ഭാഗം മാത്രം ഡൈ പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഡിസൈൻ വരും. ബാന്തിനി എന്ന് പറയും. ഓക്കെ, ഇത് അവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ്. സർഫേസ് വർക്കാണ് ഇന്ത്യയുടെ റിച്ച്നെസ് ഇൻ ടേംസ് ഓഫ് ടെക്സ്റ്റൈൽ. ഇറ്റ് കീപ് ചേഞ്ചിങ്. അതേപോലെ രാജസ്ഥാൻ പോയി കഴിഞ്ഞാൽ മിറർ വർക്ക് ചെയ്യുക. അപ്പോൾ craft techniques keep changing and bringing value to an ecosystem. That Kerala, fortunately for that, is very simple. But as you keep going, you'll find a whole lot of work which is സെല്ലുലോസ് ഫൈബറും വേസ്റ്റും ഹസ്കം മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇത് ലെതറല്ല. ഇത് ഇന്നത്തെ സമയത്ത് ഏറ്റവും ഡിമാൻഡുള്ള സംഭവമാണ് വീഗൻ ലെതർ എന്ന് പറയും. അപ്പോൾ അത് ഇറ്റ്സ് നോട്ട് എൻ ആനിമൽ പ്രൊഡക്റ്റ്. ഇതൊരു ബൈ പ്രൊഡക്റ്റ് ആണ് കോക്കനട്ടിൻ്റെ. കോക്കനട്ട് വേസ്റ്റ് ചെയ്യുന്നത്. ദിസ് ഇസ് എ ലേഡി ഫ്രം സ്ലോവാക്കിയ ഹൂസ് ബേസ്ഡ് ഹിയർ ഇൻ കൊച്ചി. സോ ഷീ റൺസ് ദിസ് ബ്രാൻഡ് കോൾ മലായി.
അവർ ഇതിൻ്റെ ഫൈബർ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ കേരളത്തിൽ പല ബ്രാൻഡുകളും ഇതുകൊണ്ട് പ്രൊഡക്ട്സ് ഉണ്ടാക്കും അത് അവരുടെ ഒരു ഇൻട്രൊഡക്ഷൻ സംഭവങ്ങളാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി മേലിയബിൾ പ്രൊഡക്റ്റ്, പല തിക്നെസ്സും വെയിറ്റേജിലും കിട്ടും. Now these socks are something which is interesting is to take this. It's recycled cotton socks, where 30% cotton and recycled from the textile waste. ഇപ്പോൾ ഫാക്ടറിയിൽ ഉണ്ടാവുന്ന ഗാർമെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ വേസ്റ്റ് തിരിച്ച് റീയൂസ് ചെയ്ത് ഇലാസ്റ്റിൻ മിക്സ് ചെയ്ത് സോക്സ് ഉണ്ടാക്കുന്നു. ആൻഡ് അഗൈൻ നാച്ചുറൽ ഡൈസ്, സോ ദാറ്റ്സ് വൈ യു ഫൈൻഡ് ദിസ് ഇൻട്രസ്റ്റിംഗ് കളേഴ്സ്. ഈ കാണുന്ന മുകളിൽ ഈ വാപ്പ് പ്രളയ സമയത്ത് 2018 ഒരു തലയിലുണ്ടായിരുന്ന വാപ്പ് നൂലുകളായിട്ട് നെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. പ്രളയം വന്നപ്പോൾ അത് നശിച്ചു. ഞാനത് എടുത്ത് താഴത്തെ ഭാഗം കട്ട് ചെയ്ത് ഒരു ഡെക്കോറിൻ്റെ ഭാഗമായിട്ട് ടു ടെൽ എ സ്റ്റോറി യു കെപ്റ്റ് ഇറ്റ്. These are again the same garments for the designer who doesn't stitch. No stitching. There is no stitching on these garments. ഏത് മെറ്റീരിയലും ചെയ്യുന്നു. Kerala based bag. Cocoa palm oil. So it's a Econil fiber. Basically, Econil is it's a regenerated nylon from marine waste. So this is also made in Kerala brand. That's the beauty of this is what 108 is. We're looking at developing a garden on the back. We're again trying to bring in a lot of elements of Kerala into it. So slowly we want to bring in plants which people are nostalgic about. Trees or fruits which is people are nostalgic about. Many experience of Kerala we can give to tourists. And many things which probably we don't know as people who have been living in Kerala. But there are things which will excite somebody to come and see. So we are developing this garden. അതെ. She designed very well. If you want some visual, maybe I can make her wear one of the ornaments.
ചെയ്യും.